ഈ സ്റ്റോറി നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 34. ആൽബിന്റെ ആളുകളെല്ലാം രാജാവില്ലാത്ത പടയാളികളെ പോലെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് മരണം മുന്നിൽ കണ്ടിരിക്കുകയായിരുന്നു. അർജുൻ ഷൺമുഖനെ നോക്കി. ഇവരെല്ലാം ഇനി മുതൽ നിന്റെ കസ്റ്റഡിയിലായിരിക്കണം. അവരുടെ കയ്യിലെ തോക്കുകളും എക്സ്പ്ലോസീവ്സും എല്ലാം വളരെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ. ഇക്കാര്യം എന്തായാലും പുറത്തറിഞ്ഞേ മതിയാവൂ. എങ്കിൽ മാത്രമേ നമ്മൾ പവർഫുൾ ആണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കൂ. ഷൺമുഖന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം അർജുൻ ഹെലികോപ്റ്ററിൽ കയറി തിരികെ പോയി. ഷൺമുഖന് വളരെ സന്തോഷം തോന്നി. അർജുൻ സാർ എന്നെ ഒരു ഡോൺ ആക്കി മാറ്റുവാണല്ലോ. എന്തായാലും സാറിന്റെ ഒപ്പം കൂട്ടുകൂടാൻ തീരുമാനിച്ചത് മോശമായില്ല. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന സാറിന് വേണമെങ്കിൽ ഈ ലോകം തന്നെ ഭരിക്കാം. ഷൺമുഖൻ ചിന്തിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞ ജോലികൾ വേഗം തീർക്കാൻ തുടങ്ങി. അർജുൻ വീട്ടിലെത്തിയതും നേരെ വാസുദേവന്റെ അടുത്തേക്ക് പോയി. മയക്കത്തിലായിരുന്ന വാസുദേവൻ അർജുന്റെ കാലടി കേട്ട് പതിയെ കണ്ണു തുറന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് അങ്കിൾ? അർജുൻ അയാളെ നോക്കി ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല കുഞ്ഞെ, അയാൾ ബഹുമാനത്തോടെ പറഞ്ഞു. അങ്കിളിന് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ ആ ഗുണ്ടകൾ എവിടെ ഉണ്ടാകുമെന്ന്? അവൻ അയാൾക്കടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു. വാസുദേവൻ ആദ്യമൊന്ന് ചിന്തിച്ച ശേഷം തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അർജുനോട് പറയാൻ തീരുമാനിച്ചു. ഇവിടുത്തെ റോയൽ ഹോട്ടലിലാണ് അവരെല്ലാം താമസിക്കുന്നത്. നീ ആരാണെന്നോ കാണാൻ എങ്ങനെയാണെന്നോ അവർക്കറിയില്ല. നിന്റെ അച്ഛൻ അത് നിന്റെ പേരിലാക്കിയ അന്നു മുതൽ അവർ നിന്നെ അവിടെ കാത്തിരിക്കുകയാണ്, വാസുദേവൻ പറഞ്ഞു. ഓ, അങ്ങനെയാണോ കാര്യങ്ങൾ? ശരി അങ്കിൾ. അങ്കിൾ റെസ്റ്റ് എടുത്തോളൂ, ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം, അർജുൻ പറഞ്ഞു. മോനെ, നീ വളരെയധികം സൂക്ഷിക്കണം. മനുഷ്യരെ കൊന്നു തിന്നുന്ന രാക്ഷസന്മാരാണ് അവര്, അയാൾ ഭയത്തോടെ പറഞ്ഞു. അർജുൻ പുഞ്ചിരിച്ചിട്ട് കതകടച്ച് പുറത്തേക്കിറങ്ങി. എന്നിട്ടൊരു ടാക്സിയിൽ റോയൽ ഹോട്ടലിലേക്ക് പോയി. അപ്പോഴേക്കും സമയം അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. അവൻ പോകുന്ന വഴിയെല്ലാം വിജനമായി കിടന്നു. ഹോട്ടലിന് മുൻപിലെത്തിയ അർജുൻ ടാക്സിയിൽ നിന്നിറങ്ങി അകത്തേക്ക് കയറി. അതേസമയം 26-ാം നിലയിലുള്ള ഓഫീസ് ക്യാബിനിലെ മോണിറ്റർ വഴി ഷാരോൺ എന്നു പേരുള്ള ഒരാൾ ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അർജുൻ ഹോട്ടലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടതും അയാൾ ഒന്ന് ഞെട്ടി. പെട്ടെന്ന് തന്നെ കയ്യിലിരുന്ന ഫോണിൽ കാർത്തികേയന്റെ ഫോട്ടോ എടുത്ത് രണ്ടുപേരെയും തമ്മിൽ താരതമ്യം ചെയ്തു. ഷാരോൺ വിയർത്തു കുളിച്ചുപോയി. രണ്ട് ഫോട്ടോകളും തമ്മിൽ വളരെയധികം സാമ്യങ്ങളുണ്ട്. തന്റെ ബോസ് പറഞ്ഞ പ്രായവും എല്ലാം അർജുനുമായി ഒത്തുപോകുന്നതായിരുന്നു. അവന് ഉറപ്പായി ഇത് തന്നെയാണ് മംഗലത്ത് കുടുംബത്തിന്റെ പിൻഗാമിയെന്ന്. അവൻ ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങി അവന്റെ മാഡത്തിനെ വിളിച്ചു. മാഡം, ഒരാൾ നമ്മുടെ ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ട്. അവന് കാർത്തികേയനുമായി നല്ല സാമ്യമുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഷാരോൺ ചോദിച്ചു. ഉടനെ തന്നെ നമ്മുടെ ബോസിനെ വിളിച്ച് ഇക്കാര്യം അറിയിക്കണം. അദ്ദേഹം എന്തു പറയുന്നോ അത് തന്നെ ചെയ്യണം. എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിയാൽ അവനെ വെടിവെച്ച് കൊന്നേക്ക്, അവൾ ഗൗരവത്തോടെ പറഞ്ഞു. അവൻ ഉടനെ തന്നെ ഫോൺ എടുത്ത് ബോസിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു. നീ അവനെ വാച്ച് ചെയ്യേ, വിട്ടുകളയരുത്, ഞാൻ ഉടനെ തന്നെ വരും. അയാളുടെ മറുപടി അങ്ങനെയായിരുന്നു. ഷാരോൺ ഒരിക്കൽ കൂടി മോണിറ്റർ റൂമിൽ കയറി അർജുൻ എവിടെയാണെന്ന് നോക്കി. അർജുൻ ലിഫ്റ്റിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ലിഫ്റ്റിന്റെ വാതിൽ തുറന്നപ്പോൾ അവൻ ലിഫ്റ്റിൽ കയറി 26 എന്ന നമ്പറിൽ പ്രസ് ചെയ്തു. ഷാരോൺ അവിടെയുള്ള ഡെസ്കിൽ നിന്ന് തോക്കെടുത്ത് പോക്കറ്റിലിട്ട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ലിഫ്റ്റിന് സമീപം നിന്ന് തോക്ക് ലിഫ്റ്റിന് നേരെ ലക്ഷ്യമാക്കി. ലിഫ്റ്റ് 23, 24, 25 നിലകളിൽ എത്തിയപ്പോൾ അവന്റെ ഭയം കൂടി. എന്നാൽ അവൻ ധൈര്യത്തോടെ തോക്ക് ലിഫ്റ്റിന് നേരെ ചൂണ്ടി കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. ലിഫ്റ്റ് എത്തി വാതിൽ തുറന്നതും ഷാരോൺ അലർട്ടായി. പക്ഷെ ലിഫ്റ്റ് തുറന്നപ്പോൾ അവൻ പ്രതീക്ഷിച്ച പോലെ അർജുൻ അതിൽ ഇല്ലായിരുന്നു. അവൻ ഒരു നിമിഷം ഷോക്കായി നിന്നുപോയി. ഇതെന്താ, അവൻ ലിഫ്റ്റിലില്ലേ? അവൻ ഇതിൽ കയറി 26 പ്രസ് ചെയ്യുന്നത് ഞാൻ കണ്ടതാണല്ലോ. ഷാരോൺ ശരിക്കും നോക്കി. ലിഫ്റ്റ് എവിടെയും നിർത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവനെ കാണാതായത്? അങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ പിന്നിലേക്ക് എന്തോ പോയതുപോലെ അവന് തോന്നി. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും അവന്റെ മുന്നിൽ തന്റെ ഇരയെ കണ്ട ഒരു സിംഹത്തെ പോലെ അർജുൻ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഷാരോണിന്റെ നട്ടലിലൂടെ ഒരു വിറയൽ പടർന്നു. അവൻ ആ ഷോക്കിൽ നിൽക്കുമ്പോൾ അർജുൻ അവന്റെ കൈകൊണ്ട് ഷാരോണിന്റെ കഴുത്തിലടിച്ചു. ഷാരോൺ അപ്പോ തന്നെ നിലത്തു വീണു. നിങ്ങൾ ആരാണ്? എങ്ങനെ ലിഫ്റ്റിൽ നിന്നിറങ്ങി? അവൻ നിലത്ത് കിടന്ന് ഭയത്തോടെ ചോദിച്ചു. ഞാൻ ആരെന്നറിയാതെയാണോ നീ എന്നെ പിന്തുടർന്നത്? എനിക്ക് നേരെ തോക്ക് ചൂണ്ടിയത്? അർജുൻ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. നിങ്ങളല്ലേ മംഗലത്ത് കുടുംബത്തിന്റെ പിൻഗാമി, അർജുൻ കാർത്തികേയൻ? അത് നിങ്ങളല്ലേ? അവൻ വിറയാർന്ന ചുണ്ടുകളോടെ ചോദിച്ചു. ഇത്രയും വലിയൊരു കുടുംബത്തിൽ ജനിച്ചെങ്കിലും സാധാരണക്കാരനായി വളർന്ന അവന് ഇത്രയധികം ശക്തി ഉണ്ടാകുമെന്ന് ഷാരോൺ ചിന്തിച്ചില്ല. അർജുൻ അവനെ നിലത്തുനിന്ന് പിടിച്ച് ചുമരിലേക്ക് ചേർത്തു.
ഷാരോണിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ എടുക്കുന്നതിനിടെ കൂടെയുണ്ടായ കാർത്തികേയന്റെ ഫോട്ടോ കണ്ടതും അർജുന്റെ മുഖമാകെ മാറി. ഷാരോണിനെ അവൻ മീറ്റിംഗ് ഹാളിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി ഇട്ടു. എന്നിട്ട് അവൻ ഇലക്ട്രിക്കൽ റൂമിലേക്ക് പോയി. അവിടെ വരുന്നതിന് മുൻപ് തന്നെ അർജുൻ ആ ഹോട്ടലിന്റെ ലേഔട്ടിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയിരുന്നു. അർജുൻ ഇലക്ട്രിക്കൽ റൂമിലേക്ക് കയറി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. അത്ര നേരം ലൈറ്റിൽ തിളങ്ങി നിന്നിരുന്ന റോയൽ ഹോട്ടൽ നിമിഷ നേരം കൊണ്ട് ഇരുട്ടിലായി. ഇതെന്തു പറ്റി? പെട്ടെന്ന് കറണ്ട് എല്ലാം പോയല്ലോ. എങ്ങനെയാ ഇത് സംഭവിച്ചേ? റിസപ്ഷനിലും മറ്റും ജോലി ചെയ്തിരുന്നവർ പരസ്പരം ചോദിച്ചു. അതേസമയം ഒരു ടോർച്ച് ലൈറ്റ് അവിടെ ഓണായി. ആ വെളിച്ചത്തിൽ കറുത്ത വസ്ത്രം ധരിച്ച് ഭീകരമായ ഒരു രൂപം ഹോട്ടലിലേക്ക് കയറി വന്നു. അവനാണ് രഘുറാം തമ്പുരാൻ. സത്യഭാമയുടെ കുടുംബമാണ് തമ്പുരാൻ കുടുംബം. നിങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജോലി നിർത്തി വീട്ടിലേക്ക് പോയിക്കോ, ഇല്ലെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ അവസാനത്തെ ദിവസം. ഗാംഭീര്യമായ ശബ്ദത്തിൽ രഘുറാം പറഞ്ഞു. അവനൊപ്പം വന്നവരുടെ കയ്യിലെ ആയുധങ്ങൾ കണ്ടതും ജീവനക്കാരെല്ലാം വേഗം തന്നെ അവിടെ നിന്ന് പോയി. ആയുധധാരികൾ ഹോട്ടൽ അവരുടെ കീഴിലാക്കി. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഇൻവെർട്ടർ ഉണ്ടായിട്ടും ഇങ്ങനെ പവർ ഓഫായി പോകില്ല. രഘുറാമിന് ഒപ്പമുണ്ടായിരുന്ന സ്ത്രീ സംശയത്തോടെ പറഞ്ഞു. എന്ത് പ്രശ്നമുണ്ടാകാനാ? നമ്മളെ നേരിടാൻ മാത്രം ധൈര്യമുള്ളവർ ആരാണ് ഇവിടെ ഉള്ളത്? ഷാരൂൺ എവിടെ? അവൻ എന്ത് ചെയ്യുകയാ? രഘുറാം അവളോട് ചോദിച്ചു. എന്താ സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല. അവൻ എന്നെ വിളിച്ച ഉടനെ തന്നെ ഞാൻ നിങ്ങളെയും വിളിച്ചു. ഞാനും ഇപ്പോഴാണ് ഇങ്ങോട്ട് എത്തിയത്, അവൾ പറഞ്ഞു. രഘുറാം തന്റെ പിന്നിൽ നിൽക്കുന്നവരെ നോക്കി. നിങ്ങൾ വേഗം സ്റ്റെയേഴ്സ് വഴി 26 നിലയിലേക്ക് പോയി അവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കൂ, അയാൾ പറഞ്ഞതും അവരെല്ലാം ആ വഴിക്ക് ഓടിപ്പോയി. രഘുറാമും അവരുടെ പുറകെ മോണിറ്റർ റൂമിലേക്ക് പോകാൻ തുടങ്ങി. 9ാം നിലയിൽ എത്തിയതും പെട്ടെന്ന് അയാളുടെ ആളുകളുടെ നിലവിളി കേട്ടു. അയാൾ ഞെട്ടി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും അയാളുടെ കാൽ എന്തിലോ തട്ടി. രഘുറാം അതെന്താണെന്ന് അറിയാൻ ടോർച്ച് അടിച്ചു നോക്കിയതും അയാൾ ഞെട്ടിപ്പോയി. അയാൾ നേരത്തെ മുകളിലേക്ക് പറഞ്ഞയച്ചവരുടെ കൂട്ടത്തിലുള്ള ഒരുവനായിരുന്നു അത്. എന്താ സംഭവിച്ചത്? ഇവൻ എന്തു പറ്റി? രഘുറാം ആലോചിച്ചു. ഇവിടെ എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് അയാൾ സംശയിക്കാൻ തുടങ്ങി. ആരാണ് ഇവിടെയുള്ളത്? ആരാണെങ്കിലും ശരി, ഞങ്ങൾ തമ്പുരാൻ കുടുംബത്തിലുള്ളവരാണ്. ധൈര്യമുണ്ടെങ്കിൽ നേരെ വന്ന് നിൽക്ക്, രഘുറാം ഭീഷണിപ്പെടുത്തി. തമ്പുരാൻ കുടുംബത്തിന്റെ പേര് പറഞ്ഞാൽ പേടികൊണ്ട് എതിരെയുള്ളവൻ അക്രമം നിർത്തുമെന്നായിരുന്നു രഘുവിന്റെ ധാരണ. ഏത് തമ്പുരാൻ കുടുംബം? ഒരു പരിഹാസ സ്വരം അവിടെ മുഴങ്ങിക്കേട്ടു. രഘു പെട്ടെന്ന് തന്നെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ടോർച്ച് ലൈറ്റ് അടിച്ചു. അയാളുടെ കണ്ണുകൾ ചുരുക്കി സൂക്ഷിച്ചു നോക്കി. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുൻപ് അയാൾ ബോധം കെട്ട് താഴെ വീണു. 5 മിനിറ്റിന് ശേഷം റോയൽ ഹോട്ടലിന്റെ ടെറസിൽ അവിടെ മാകെ തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അർജുൻ ടെറസിൽ ചാരി നിന്ന് ചുറ്റും നോക്കി. അതിനുശേഷം ഒരു ബക്കറ്റ് നിറയെ വെള്ളം കൊണ്ടുവന്ന് നിലത്ത് കിടക്കുന്ന രഘുറാമിന്റെ മുഖത്ത് ശക്തമായി ഒഴിച്ചു. രഘു ഉടനെ കണ്ണു തുറന്നപ്പോൾ അർജുൻ അവന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടു. ഇരുട്ടിൽ അർജുനെ കാണാമായിരുന്നിട്ടും രഘുവിന് അത് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആരാടാ നീ? എന്നെ ഈ അവസ്ഥയിൽ എത്തിക്കാൻ നിനക്ക് എവിടുന്നാടാ ധൈര്യം കിട്ടിയത്? രഘുറാം ദേഷ്യത്തിൽ അവനോട് ചീറി. അർജുൻ ഒന്നും മിണ്ടാതെ നിന്നു. രഘു ഒരുവിധം എണീറ്റ് നിന്നതും അർജുൻ അവന്റെ ഷൂസിട്ട കാലുകൊണ്ട് രഘുവിന്റെ കാൽമുട്ടിൽ ആഞ്ഞു ചവിട്ടി. കാലൊടിഞ്ഞു. ഒരു നിലവിളിയോടെ അയാൾ നിലത്ത് വീണു. എന്നെ തേടി എന്റെ ഏരിയയിൽ വരാൻ നിനക്ക് എത്ര ധൈര്യമുണ്ട്? അർജുൻ നിലത്ത് കിടക്കുന്നവനെ വീണ്ടും ചവിട്ടിക്കൊണ്ട് ചോദിച്ചു. അടി താങ്ങാനാവാതെ രഘു ഉറക്കെ നിലവിളിച്ചു. ഇരുമ്പ് കമ്പികൾ പോലെയാണ് അർജുന്റെ കാലുകളെന്ന് അയാൾക്ക് തോന്നി. രഘു പരിഭ്രമത്തോടെ അർജുനെ നോക്കി. അർജുനെ കണ്ടപ്പോൾ ക്രൂരനായ കൊലയാളിയെ പോലെയും നിഗൂഢമായ ഒരു മനുഷ്യനെ പോലെയുമാണ് അയാൾക്ക് തോന്നിയത്. നീ ആരാടാ? നിനക്ക് എന്താ വേണ്ടത്? എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? രഘു ഉറക്കെ ചോദിച്ചു. അർജുൻ ഒന്നും പറയാതെ അവനെ അടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും മങ്ങിപ്പോയ രഘുവിന്റെ കണ്ണുകൾ അർജുനിലെ കാർത്തികേയന്റെ സാമ്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. നീ 10 വർഷങ്ങൾക്ക് മുൻപ് മംഗലത്ത് നിന്ന് ഇറങ്ങിപ്പോയ അർജുൻ കാർത്തികേയനല്ലേ? അയാൾ പേടിയോടെ ചോദിച്ചു. നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ പേര് അർജുൻ കാർത്തികേയൻ എന്നല്ല, അർജുൻ സൈരന്ദ്രി എന്നാണ്. അർജുൻ ചിരിയോടെ പറഞ്ഞു. ഇല്ല, ഒരിക്കലുമില്ല. കാർത്തികേയന്റെ വീട്ടുകാരുടെ പിന്തുണയില്ലാതെ നിനക്ക് എവിടുന്ന് കിട്ടി ഇത്ര ധൈര്യം? നീ എങ്ങനെയാണ് ഇത്രയും കഴിവുകൾ പഠിച്ചത്? വിശ്വസിക്കാൻ പറ്റാത്ത പോലെ രഘു ചോദിച്ചു. അർജുന്റെ ചവിട്ടേറ്റ് രഘുവിന്റെ മനസ്സ് കിടുകിടാ വിറച്ചു. ഇത്രയും ഭയങ്കരനായ ഒരാളെയാണോ തങ്ങൾ ഇക്കാലം അത്രയും അന്വേഷിച്ചത് എന്ന് അയാൾ സംശയിച്ചു. ഞങ്ങളെ നേരിടാൻ വാസുദേവൻ പറഞ്ഞിട്ട് വന്നതായിരിക്കും അല്ലേ? അതോ മംഗലത്ത് കുടുംബം നിന്നെ രഹസ്യമായി വളർത്തിക്കൊണ്ടുവരികയായിരുന്നോ? വേദനക്കിടയിലും അയാൾ പരിഹാസത്തോടെ ചോദിച്ചു. അത്
കേട്ടതും മരിച്ചുപോയ അവന്റെ അച്ഛന്റെ മുഖം അവന്റെ മനസ്സിൽ വന്നു. അടുത്ത നിമിഷം തന്നെ അവൻ രഘുവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവന്റെ തൊണ്ടയിൽ പിടിച്ചു. അവന്റെ പിടിയിൽ രഘു ശ്വാസം കിട്ടാതെ പിടഞ്ഞു. അല്പം കൂടി അങ്ങനെ നിന്നാൽ താൻ മരിച്ചു പോകുമെന്ന് അയാൾ ഭയപ്പെട്ടു. അർജുൻ അയാളിലുള്ള പിടിവിട്ട് ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന 2 ഫോർക്ക് എടുത്തു. അത് കണ്ടിട്ട് രഘു ഭയന്ന്, "നീ എന്ത് ചെയ്യാൻ പോവാ?" എന്ന് ഭയത്തോടെ ചോദിച്ചു. അർജുൻ അവന്റെ ചോദ്യത്തെ അവഗണിച്ചു. "നിങ്ങൾ ഇനിയും എത്ര പേരുണ്ട്? എങ്ങനെയാണ് തമ്പുരാൻ കുടുംബം മംഗലത്ത് കുടുംബത്തെ തകർത്തത്? ഇതിന്റെ എല്ലാം പുറകിലെ മാസ്റ്റർ മൈൻഡ് ആരാ?" അവൻ ഗൗരവത്തോടെ ചോദിച്ചു. രഘു പതിയെ ഒന്ന് ചിരിച്ചു. "ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞാലും നീ എന്നെ കൊല്ലും, പറഞ്ഞില്ലേലും നീ എന്നെ കൊല്ലും. തോറ്റിട്ട് എനിക്ക് ഒരിക്കലും ജീവിക്കണ്ട. അതുകൊണ്ട് ഞാൻ പറയില്ല." രഘു ഒരു ചിരിയോടെ പറഞ്ഞു. "കുട്ടിക്കാലം മുതൽക്കേ ആയുധാഭ്യാസം പരിശീലിച്ച നിന്നെ പോലെയുള്ള കൊലയാളികൾ മരണത്തെ ഭയപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം. എനിക്ക് ആവശ്യമായ വിവരം കിട്ടിയാൽ ഞാൻ നിന്നെ വിട്ടേക്കാം. ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ മരണത്തിന് പോലും സാധിക്കില്ല." അർജുൻ പറഞ്ഞു. "തമ്പുരാൻ കുടുംബത്തെക്കുറിച്ച് നീ കൂടുതൽ അറിഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ മരിച്ചാലും അവർ ഉറപ്പായും പ്രതികാരം ചെയ്യും. എന്നെയും എന്റെ ആൾക്കാരെയും കൊന്നാൽ നിന്റെ ജീവിതകാലം മുഴുവൻ അവർ നിന്റെ പുറകെ ഉണ്ടാകും. നീ ഈ ഭൂമിയിൽ എവിടെ ഒളിച്ചാലും ശരി, അവർ നിന്നെ കണ്ടെത്തി കൊല്ലും. മംഗലത്ത് കുടുംബം നിന്നോടുകൂടെ അവസാനിക്കും." ഒരു പരിഹാസ ചിരിയോടെ രഘു പറഞ്ഞു. അർജുൻ ദേഷ്യത്തോടെ രഘുവിനെ നോക്കി. "നിനക്കൊരു കാര്യം അറിയുമോ? ചെറുപ്പം മുതലേ എനിക്ക് മാർഷൽ ആർട്സിൽ നല്ല ഇൻട്രസ്റ്റ് ആണ്. പണ്ട് രാജഭരണമുള്ള സമയത്തെ ക്രൂരമായ ശിക്ഷാരീതികളൊക്കെ ഞാൻ നെറ്റിൽ നോക്കി പഠിച്ചിട്ടുമുണ്ട്. പക്ഷേ എനിക്കതൊന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് ഞാൻ നിന്നിൽ അതെല്ലാം ഉപയോഗിക്കും. നിനക്ക് അത് താങ്ങാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം." ചിരിച്ചുകൊണ്ട് കയ്യിലെ ഫോർക്ക് രഘുവിന്റെ തോളിൽ ബലമായി കുത്തിയിറക്കിയ ശേഷം ഒന്ന് തിരിച്ചു. രഘു ഉറക്കെ അലറിക്കരഞ്ഞു. അർജുൻ അത് വീണ്ടും പുറത്തെടുത്ത് അയാളുടെ ശരീരത്തിൽ എല്ലായിടത്തും കുത്തി. വേദന സഹിക്കാനാവാതെ രഘു ഉറക്കെ നിലവിളിച്ചു. അവന്റെ ദേഹമാസകലം രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. അർജുൻ രഘുവിന്റെ കാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടി ബാൽക്കണിയുടെ അറ്റത്ത് കൊണ്ടുപോയി കെട്ടിത്തൂക്കി. രഘുവിന്റെ ശരീരം കാറ്റിലാടി. രക്തം തുള്ളി തുള്ളിയായി താഴേക്ക് വീണു. അവന്റെ മുഖമാകെ രക്തവും വിയർപ്പും നിറഞ്ഞു. "നിന്റെ ശരീരത്തിലെ രക്തം മുഴുവൻ പോകുന്നതുവരെ ഇതുപോലെ കിടന്ന് ആടുന്നോ?" അർജുൻ ചോദിച്ചു. രഘു ഒന്നും മിണ്ടിയില്ല. അർജുൻ തിരിഞ്ഞു നിന്ന് ഫോൺ എടുത്ത് ഷൺമുഖനെ വിളിച്ചു. "ഹലോ അർജുൻ സാർ, പറഞ്ഞോളൂ." ഷൺമുഖൻ പറഞ്ഞു. "എത്രയും പെട്ടെന്ന് റോയൽ ഹോട്ടലിലേക്ക് വാ." അതും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്ത് ബാൽക്കണിയുടെ ഓരത്തേക്ക് പോയി തണുത്ത കാറ്റ് ആസ്വദിച്ചു നിന്നു. നാട്ടിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഗുണ്ടകളെയും എത്രയും വേഗം ഷൺമുഖന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ഒരുമിപ്പിക്കാനാണ് അർജുന്റെ തീരുമാനം. തമ്പുരാൻ കുടുംബവുമായി ഏറ്റുമുട്ടുമ്പോൾ എല്ലായിടത്തും ചാരപ്പണി നടത്താൻ ആളെ വേണം. പിന്നെ ആരെ നേരിടേണ്ടി വന്നാലും അവന് കരുത്തുണ്ടാകും. ബിസിനസ് ലോകത്ത് അവന് കുതിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ശത്രുക്കളെ നേരിടാൻ ഷൺമുഖനെ പോലെ ഒരാൾ വേണം. കൂടാതെ പ്രയാഗയ്ക്ക് പൂർണ്ണ സുരക്ഷയും നൽകാം. അവർക്ക് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്റെ മുത്തശ്ശൻ രാജശേഖരനെ പോയി കാണാം. അതേപോലെ മുംബൈയിലുള്ള തമ്പുരാൻ കുടുംബത്തെ കാണുകയും ചെയ്യാം. അർജുനെ പെട്ടെന്ന് രഘുവിന്റെ ഉറക്കെയുള്ള ശബ്ദം കേട്ടു. "ഞാൻ പറയാം, എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയാം." അയാൾ ഉറക്കെ അലറി. വേദനയാലുള്ള അയാളുടെ കരച്ചിൽ ആ ഭാഗമാകെ മുഴങ്ങി. രഘുവിന്റെ അടുത്തേക്ക് വന്നു. "ഓർക്കു വെച്ച് ഞാനൊന്ന് തൊട്ടതല്ലേ ഉള്ളൂ. ഇനിയുമുണ്ട് ഒരുപാട് മുറകൾ. ഇതിലും അടിപൊളിയായിട്ടുള്ളത്. നമുക്കതൊക്കെ സാവകാശം ചെയ്യാം." അർജുൻ ക്രൂരമായി അയാളോട് പറഞ്ഞു. "അതിലും നല്ലത് നിനക്കെന്നെ ഒറ്റയടിക്ക് അങ്ങ് കൊന്നൂടേടാ?" രഘു നിസ്സഹായനായി ചോദിച്ചു. അയാൾക്ക് വേദന സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. "അങ്ങനെ ഒറ്റയടിക്ക് കൊന്നാൽ ഒരു ത്രില്ലില്ല. നിന്നെ ഇങ്ങനെ ക്രൂരമായി വേദനിപ്പിച്ച് കൊല്ലുന്നതാ സുഖം." അവൻ പറഞ്ഞുകൊണ്ട് അവന്റെ തലയിൽ ഒരു തട്ട് കൊടുത്തു. "പ്ലീസ്, എന്നെ കൊന്നേക്കൂ." രഘു വേദന കൊണ്ട് അലറി വിളിച്ചു കരഞ്ഞു. അർജുൻ പതിയെ അവന് നേരെ തിരിഞ്ഞ് പുച്ഛിച്ച് ചിരിച്ചു. "ഇത്രയേ ഉള്ളോ ആ കുടുംബത്തോട് നിനക്കുള്ള ആത്മാർത്ഥത?" അവൻ ചോദിച്ചു. "ഞാൻ തമ്പുരാൻ കുടുംബത്തിലെ വളരെ കുറച്ചുപേരുടെ ലീഡർ മാത്രമാണ്. നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയതിൽ എനിക്ക് വലിയ പങ്കില്ല. അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. എന്റെ കൂടെ 20 പേർ കൂടി വന്നിരുന്നു. സിറ്റിയിലെ വിവിധ സ്ഥലങ്ങളിലാണ്. അവരെ പറ്റി വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം." രഘു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അരമണിക്കൂറിന് ശേഷം അർജുൻ ഷൺമുഖനെയും കൂട്ടി മജസ്റ്റിക് വില്ലാസിലേക്ക് പോയി. "ഞാൻ പറഞ്ഞതൊക്കെ നീ അറേഞ്ച് ചെയ്തില്ലേ?" അർജുൻ ചോദിച്ചു. "സാർ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്."
നേരം പുലരുമ്പോഴേക്കും ഒരു ഗുഡ് ന്യൂസ് കേൾക്കാം. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ആ കൊലയാളികൾ വളരെ ശക്തരാണെന്ന് സാർ പറഞ്ഞതിനാൽ ഓരോ സ്ഥലത്തേക്കും ഞാൻ ഡസൻ കണക്കിന് ആളുകളെ അയച്ചിട്ടുണ്ട്. ആ ആൽബിന്റെ ആൾക്കാരെയും ഞാൻ ഈ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഷൺമുഖൻ ആവേശത്തോടെ പറഞ്ഞു. വെരി ഗുഡ്, അർജുൻ പറഞ്ഞു. കാറിൽ കയറിയപ്പോൾ മുതൽ അർജുൻ വളരെ പ്രയാസത്തിലാണെന്നുള്ളത് ഷൺമുഖൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അർജുൻ എന്തോ വലിയ പ്രശ്നത്തിലാണെന്ന് ഷൺമുഖന് മനസ്സിലായി. അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ചു ചെയ്യണമെന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ചു. അയാൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കാർ അർജുന്റെ വില്ലയുടെ പ്രവേശന കവാടത്തിൽ എത്തിയിരുന്നു. അതേസമയം തന്നെ അർജുന്റെ ഫോൺ റിംഗ് ചെയ്തു. അവൻ അത് നോക്കി. എന്നിട്ട് ഷൺമുഖന് നേരെ തിരിഞ്ഞു. നീ പൊക്കോ, ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ശരി സാർ. ഷൺമുഖൻ ഗേറ്റ് തുറന്ന് ബഹുമാനത്തോടെ മാറി നിന്നു. അർജുൻ അകത്തേക്ക് കയറിയതും ഷൺമുഖൻ കാർ തിരിച്ച് അവിടെ നിന്നും പോയി. അവന് വന്ന കോൾ പ്രയാഗയുടേതായിരുന്നു. അവൻ സംശയത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു. അർജുൻ, നീ ഉറങ്ങുകയായിരുന്നോ? അവൾ മടിയോടെ ചോദിച്ചു. ഇല്ല പ്രയാഗ, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല അർജുൻ. നിനക്ക് എങ്ങനെയുണ്ട്? സുഖമാണോ? നീ എന്താ ഓഫീസിൽ വരാഞ്ഞേ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. ഞാൻ ഓക്കെയാണ് പ്രയാഗ, അവൻ മറുപടി പറഞ്ഞതും അവൾ വീണ്ടും ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അവളുടെ ചോദ്യങ്ങൾ കേട്ട് അവൻ ഒന്ന് തണുത്തു. അറിയാതെ അവന്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു. ഞാൻ നിന്നെ വിളിച്ചത് ഒരു കാര്യം പറയാനാണ് അർജുൻ, പ്രയാഗ പറഞ്ഞു. എന്താ? പറഞ്ഞു, അർജുൻ ചോദിച്ചു. നാളെ പാലക്കൽ തറവാട്ടിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. നിന്നെപ്പറ്റി സംസാരിക്കാനാണ്. നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ എല്ലാ ബന്ധുക്കളും അവിടെ കാണും. നീയും അങ്ങോട്ട് വരണം. അവിടെ വെച്ച് നീ എന്ത് തീരുമാനിക്കുന്നോ അതായിരിക്കും ഫൈനൽ. നീ ചോദിച്ചാൽ നിന്റെ കാർ, നീ വാങ്ങിയ വീട് എല്ലാം ഞാൻ നിനക്ക് തിരിച്ചു തരും കേട്ടോ. നീ പേടിക്കണ്ട. പ്രയാഗ ഒരു ചിരിയോടെയാണ് അങ്ങനെ പറഞ്ഞതെങ്കിലും അവൻ എന്ത് തീരുമാനിക്കും എന്ന ഒരു ഭയം അവൾക്കുണ്ടായിരുന്നു. ശരി, നീ നേരത്തെ പോയി കിടന്നുറങ്ങിക്കോ. ഒന്നിനെയും കുറിച്ച് ആലോചിക്കണ്ട. ഞാൻ നാളെ എത്തിക്കൊള്ളാം. ഗുഡ് നൈറ്റ്. അർജുൻ അവളെ സമാധാനപ്പെടുത്തി. ഗുഡ് നൈറ്റ് അർജുൻ, അവളും പറഞ്ഞ് കട്ട് ചെയ്തു. അവളോട് സംസാരിച്ചു കഴിഞ്ഞതും അന്ന് മുഴുവൻ ഉണ്ടായിരുന്ന സ്ട്രെസ് എല്ലാം മാറിയ പോലെ അവന് തോന്നി. അതുകൊണ്ട് തന്നെ അവൻ വളരെ സന്തോഷത്തോടെയാണ് അന്ന് ഉറങ്ങാൻ കിടന്നത്. പിറ്റേന്ന് രാവിലെ ആയതും വാസുദേവൻ അവനെ വന്ന് വിളിച്ചുണർത്തി. അയാൾ അവനായി ഡൈനിങ് ടേബിൾ നിറയെ ഭക്ഷണം പാകം ചെയ്തു വെച്ചിരുന്നു. സത്യത്തിൽ പ്രയാഗയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവൻ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നില്ല. കുട്ടിക്കാലത്ത് നിനക്ക് ഇഷ്ടമുണ്ടായിരുന്നതെല്ലാം ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്, നന്നായിട്ട് കഴിക്കണം, വാസുദേവൻ തന്റെ വേദനകളെല്ലാം മറച്ചുവെച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. എന്തിനാ അങ്കിൾ ഇതൊക്കെ? അങ്കിളിന്റെ അവസ്ഥ എനിക്ക് അറിയാവുന്നതല്ലേ. വാ, എന്റെ കൂടെ ഇരുന്ന് കഴിച്ചേ. അങ്കിൾ തന്നെ അങ്കിളിന്റെ ഹെൽത്ത് നോക്കിക്കൊള്ളണം, അർജുൻ സ്നേഹത്തോടെ അയാളോട് പറഞ്ഞു. എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല മോനെ. നീ ബുള്ളറ്റ് എടുത്തു കളഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് ആശ്വാസമുണ്ട്. എനിക്കിനി കാണേണ്ടത് മംഗലത്ത് കുടുംബത്തിന്റെ വിജയമാണ്. അത് കണ്ടിട്ടേ ഈ കിളവൻ മരിക്കൂ, അയാൾ ആശ്വാസത്തോടെ പറഞ്ഞു. അർജുൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അർജുൻ, ഇന്നലെ രാത്രി നീ റോയൽ ഹോട്ടലിൽ പോയിട്ട് എന്തായി? എല്ലാം ശരിയായോ? വാസുദേവൻ ചോദിച്ചു. എല്ലാ കാര്യവും സെറ്റാ അങ്കിൾ. ആ രഘുവിന്റെ ആളുകളെല്ലാം ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണ്, അർജുൻ കൂളായി പറഞ്ഞു. വാസുദേവൻ അവൻ പറഞ്ഞത് കേട്ട് പതിയെ ചിരിച്ചു. അയാൾക്കെന്തോ വീണ്ടും ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ടെന്ന് കരുതി അയാൾ മിണ്ടാതെ നിന്നു. അങ്കിളിന് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അയാളുടെ മനസ്സറിഞ്ഞ പോലെ അവൻ ചോദിച്ചു. മോന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ ക്ഷമിക്കണം. പ്രയാഗമോള് എന്താ മോന്റെ കൂടെ ഇല്ലാത്തത്? അയാൾ മടിച്ചു ചോദിച്ചു. വാസുദേവന് അർജുനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. കാർത്തികേയൻ പറഞ്ഞതനുസരിച്ച് അയാൾ അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് എന്തിനാ അവൻ ഈ വില്ലയിലേക്ക് മാറിയതെന്നുള്ള കാര്യം മാത്രം അയാൾക്ക് മനസ്സിലായില്ല. അർജുന്റെ പിന്നിലുള്ള അദൃശ്യ ശക്തികളെക്കുറിച്ചും അയാൾക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അങ്കിൾ, അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഞാനൊന്ന് പുറത്തേക്ക് പോവാണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അയാളുടെ ചോദ്യത്തെ അവഗണിച്ചുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. 30 മിനിറ്റിനുള്ളിൽ നഗരത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പാലക്കൽ കുടുംബത്തിന്റെ പഴയ വീടിന് മുന്നിൽ അർജുൻ ഒരു ടാക്സിയിൽ ചെന്നിറങ്ങി. അതൊരു പഴയ ബംഗ്ലാവായിരുന്നു. വീടിന് മുന്നിൽ ഒരു വലിയ പുൽത്തകിടി ഉണ്ടായിരുന്നു. പാലക്കൽ കുടുംബത്തിലെ എല്ലാവരും വിശേഷ ദിവസങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ പ്രശ്നം വരുമ്പോൾ അവിടെ എത്താറുണ്ട്. ഇത്തവണ മാധവനും മൈത്രേയനും ചേർന്നാണ് ഈ കൂടിക്കാഴ്ച സംഘടിപ്പിച്ചത്. പ്രയാഗയെ വിവേകുമായി വിവാഹം കഴിപ്പിക്കണം, അർജുനെ വീട്ടിൽ നിന്ന് പുറത്താക്കണം. ഇക്കാര്യം പ്രയാഗയെയും കുടുംബത്തെയും ബോധ്യപ്പെടുത്തണം. അതാണ് അവരുടെ പ്രധാന ഉദ്ദേശം.
അർജുൻ കാറിൽ നിന്നിറങ്ങിയതും ഗായത്രി ചിരിച്ചുകൊണ്ട് അർജുന്റെ അടുത്തേക്ക് വന്നു. നീ എന്താ ഇവിടെ? അർജുൻ ചുറ്റും നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു. ദൂരെ ഒരു പിങ്ക് നിറത്തിലുള്ള അവളുടെ കാറും അതിനടുത്തായി ബാലാജിയെയും ശിവാജിയെയും അവൻ കണ്ടു. ഞാനിവിടെ വന്നത് ഒരു നല്ല കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ്, ഗായത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അർജുൻ അവളെ അക്ഷമനായി നോക്കി നിന്നു. ഇന്നിവിടെ ഈ വീട്ടിൽ നിന്ന് ഒരു പാവം പിടിച്ച മനുഷ്യനെ പുറത്താക്കുമെന്ന് കേട്ടു. അങ്ങനെ സംഭവിച്ചാൽ അയാൾ വളരെ വിഷമത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവനെ സഹായിക്കാനാണ് ഞാൻ വന്നത്. അവൾ അത് പറഞ്ഞതും അർജുൻ അവളെ ഒന്ന് പുച്ഛത്തോടെ നോക്കി. എന്തിനാണ് അർജുൻ ഇനിയും ഈ വാശി? നിന്നെ ഇന്ന് എന്തായാലും ആ കുടുംബത്തിൽ നിന്നും കമ്പനിയിൽ നിന്നും ഇവര് പുറത്താക്കും. നിനക്ക് ഒരിക്കലും ആ വീട്ടിലേക്ക് ഇനി തിരിച്ചു പോകാനും കഴിയില്ല. ഒരു ജോലി പോലും ഇല്ലാതെ നീ എങ്ങനെയാ ഇനി മുന്നോട്ട് ജീവിക്കുന്നത്? ഗായത്രി ചോദിച്ചു. നീ എന്റെ കാര്യത്തെക്കുറിച്ച് ഒരുപാട് ആലോചിക്കണ്ട, അർജുൻ ചിരിയോടെ അവളോട് പറഞ്ഞു. ഗായത്രിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. നീ ആരാണെന്നാ നിന്റെ വിചാരം? ഞാൻ ഓരോ തവണ വരുമ്പോഴും നീ എന്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണ്. പക്ഷെ ഇത്തവണ അതൊന്നും നടക്കാൻ പോകുന്നില്ല, അവൾ അഹങ്കാരത്തോടെ പറഞ്ഞു. അർജുൻ അപ്പോഴും ചിരിക്കുകയല്ലാതെ ഒന്നും മിണ്ടിയില്ല. കൃത്യം അതേസമയം ഒരു വെള്ള കാർ അർജുന് മുന്നിൽ നിന്ന് അല്പം അകലെ വന്നു നിന്നു. കാറിൽ പ്രയാഗയും മഹാദേവനും ഉണ്ടായിരുന്നു. അതേസമയം കാറിൽ നിന്നിറങ്ങിയ രേണുകാദേവി ഉടനെ അർജുന്റെ അടുത്ത് വന്ന് അവനെ എന്നത്തെയും പോലെ ശകാരിക്കാൻ തുടങ്ങി. അർജുൻ, ഇത്രയും നാൾ നീ എവിടെയാണ് ഒളിച്ചിരുന്നത്? എനിക്ക് പണ്ടേ അറിയാമായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്ത ഒരുവനാണ് നീ എന്ന്. നീ വിവേകിനെ അടിച്ചല്ലേ? ഉറപ്പായും അവൻ നിന്നെ കൊല്ലും. ഭാഗ്യത്തിനാ ഞാൻ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്, അല്ലെങ്കിൽ ഞങ്ങളും കൂടി ഈ പ്രശ്നത്തിൽ പെട്ടുപോയേനെ എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും രേണുകയുടെ കണ്ണുകൾ ഗായത്രിയിൽ പതിഞ്ഞു. അവർ അവളെ അടിമുടി നോക്കി. ആരാ ഈ പെണ്ണ്? അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നീ ഇവളുടെ കൂടെയായിരുന്നോ ഇത്രയും നാൾ താമസം? നിനക്ക് എന്ത് ധൈര്യമുണ്ടായിട്ടാണ് ഞങ്ങളുടെ തറവാട്ടിലേക്ക് ഇവളെയും കൊണ്ടുവന്നത്? രേണുക ദേഷ്യത്തോടെ പറഞ്ഞു. ഓ ഹലോ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കണം, ഗായത്രിയും അതേ ദേഷ്യത്തോടെ തിരിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നീ എന്നോട് എന്തിനാ ഒച്ചവയ്ക്കുന്നത്? രേണുക അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഗായത്രി അവരെ വെറുപ്പോടെ നോക്കി. കാണാനൊന്നും തരക്കേടില്ല, പക്ഷെ സ്വഭാവം ശരിയല്ല. എന്തായാലും നീ കല്യാണം കഴിച്ച ഒരുത്തന്റെ പുറകെ പോകുന്നു. എന്നാ പിന്നെ കൂട്ടത്തിൽ കൊള്ളാവുന്ന ഒരുത്തനെ കണ്ടുപിടിച്ച് അവന്റെ പുറകെ പോയിക്കൂടെ? ഈ നാശം പിടിച്ചവൻ തന്നെ എന്റെ മോളെ ആശ്രയിച്ചാ ജീവിക്കുന്നത്. പിന്നെ വലിയ വലിയ കുടുംബങ്ങളിൽ ചെന്ന് അടി ഉണ്ടാക്കുന്നതാ ഇവന്റെ സ്ഥിരം പരിപാടി. അതുകൊണ്ട് ഞങ്ങൾ ഇവനെ എന്നേക്കുമായി ചവിട്ടി പുറത്താക്കാൻ പോവുക. പിന്നെ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. നീ ഇവനെ പെട്ടെന്ന് ഉപേക്ഷിച്ചില്ലെങ്കിൽ വൈകാതെ നിനക്കും അവന്റെ കൂടെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും, രേണുക പരിഹാസത്തോടെ അവളെ നോക്കി പറഞ്ഞു. അർജുൻ ഒന്നും പറയാതെ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന ബോധം രേണുകയ്ക്ക് തീരെയില്ലെന്ന് അവനറിയാം. അതുപോലെ ഗായത്രിയുടെ പവർ, സ്റ്റാറ്റസ്, പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇതൊന്നും അറിയാതെയാണ് അവർ ഈ നിന്ന് സംസാരിക്കുന്നതെന്നും അവനറിയാം. അവളെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ അവളെ തലയിൽ വെച്ച് കൊണ്ട് നടന്നേനെ. ആരോടാണ് സംസാരിക്കുന്നതെന്ന ബോധം ഉണ്ടോ നിങ്ങൾക്ക്? ഗായത്രി ദേഷ്യത്തോടെ ചോദിച്ച് രേണുകയെ തള്ളി താഴെയിട്ടു. എന്റെ ദൈവമേ, ഈ പെണ്ണെന്നെ തള്ളി താഴെയിട്ടേ. ഈ അർജുൻ ഏതോ പെണ്ണിനെ കൊണ്ടുവന്ന് എന്നെ കൊല്ലാൻ നോക്കുന്നേ. അവർ നിലവിളിച്ചുകൊണ്ട് നിലത്തിരുന്നു. നിനക്ക് മനസാക്ഷിയില്ലേ? നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് എന്നെ ഉപദ്രവിപ്പിക്കാൻ? മോളെ പ്രയാഗേ, വേഗം വാ, ഇവരെന്താ ചെയ്തതെന്ന് കണ്ടോ? എന്നെ കൊല്ലാൻ ആളെ കൊണ്ടുവന്നിരിക്കുന്നു, അവർ കരഞ്ഞുകൊണ്ട് കാറിൽ നോക്കി പറഞ്ഞു. അവർ തറയിൽ വീണത് കണ്ട് മഹാദേവനും പ്രയാഗയും അവരെ എഴുന്നേൽപ്പിക്കാനായി അങ്ങോട്ടേക്ക് ഓടി വന്നു. മഹാദേവൻ ഒരു കൈകൊണ്ട് രേണുകയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവർ അവിടെ നിന്നും എഴുന്നേൽക്കാൻ കൂട്ടാക്കിയില്ല. അതും കൂടി ആയപ്പോൾ അയാൾ അർജുനെ ദേഷ്യത്തോടെ നോക്കി. അർജുൻ, നീ എന്തായി ചെയ്തതെന്ന് നിനക്കറിയോ? 2 വർഷം എന്റെ വീട്ടിൽ കഴിഞ്ഞതല്ലേ നീ? ആ ഒരു നന്ദിയെങ്കിലും നിനക്ക് കാണിച്ചൂടെ? മഹാദേവൻ ദേഷ്യത്തോടെ ചോദിച്ചു. എന്നാൽ പ്രയാഗയുടെ മുഖഭാവം വ്യത്യസ്തമായിരുന്നു. അവൾ വേഗം അവളുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, എന്തു പറ്റി? അമ്മ ഓക്കെ അല്ലേ? അവൾ ചോദിച്ചു. പക്ഷെ അവരതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. വേണ്ട, ആരും എന്നെ സഹായിക്കണ്ട. മോളെ, അർജുൻ ഈ ചെയ്തത് നീ കണ്ടോ? നീ ഇപ്പോഴും ഇവനെയാണോ വിശ്വസിക്കുന്നത്? അവൻ എന്നെ തല്ലാൻ വരെ ധൈര്യപ്പെട്ടു. അവനെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കില്ല, രേണുക ദേഷ്യത്തോടെ പറഞ്ഞു. അമ്മേ, പ്ലീസ്, ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കരുത്, എഴുന്നേൽക്ക്, പ്രയാഗ വിഷമിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, ഞാൻ ഇവിടെ നിന്ന് എണീക്കില്ല. എല്ലാവരെയും വിളിക്കേ, എല്ലാവരും കൂടെ വരണം. ഇവരെന്താ ചെയ്തതെന്ന് അവരെല്ലാം കാണട്ടെ, അവർ ദേഷ്യം കൊണ്ടലറി.
അമ്മ എന്തൊക്കെയായി പറയുന്നത്? എനിക്കിവിടുന്ന്. പ്രയാഗ അവരുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ഇത് നീ നോക്ക്, എനിക്ക് എന്താ പറ്റിയത്? നോക്ക്, എന്റെ പുറം വേദനിക്കുന്നു, എന്റെ കൈയും ഒടിഞ്ഞ പോലെ തോന്നുന്നു. ഇപ്പോ ഞാൻ ആ പെണ്ണിനെ അടിക്കും. ഇല്ലെങ്കിൽ രണ്ടുപേരോടും എന്നോട് ക്ഷമ ചോദിക്കാൻ പറയും. അവർ പ്രയാഗയോട് അതും പറഞ്ഞിട്ട് അർജുനെ നോക്കി. ഞാൻ എന്തിനു മാപ്പ് പറയണം? വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ മുഖം വെറുക്കുന്ന തരത്തിൽ ഒരടി ഞാൻ തരാം. എന്നിട്ട് എനിക്ക് തോന്നിയാൽ ഒരു മാപ്പ് പറയാം. ഗായത്രി ദേഷ്യത്തോടെ പറഞ്ഞു. ഒരു വലിയ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടിയായി എല്ലാവരുടെയും ഓമനയായി വളർന്ന അവൾ ഇങ്ങനെ അപമാനിക്കപ്പെടുന്നത് ഇതാദ്യമായിരുന്നു. അതിന്റെ ദേഷ്യമായിരുന്നു അവൾക്ക്. അവൾ പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. അധ്യായം 36. ഈ പെണ്ണ് എന്നെ പരിഹസിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇവൻ നമ്മളെ അപമാനിക്കാനാണ് ഈ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. നമ്മുടെ ആൾക്കാരെയെല്ലാം ഇങ്ങോട്ട് വിളിക്കി. ഈ പെണ്ണിന് ഇതിനുള്ള ശിക്ഷ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ കൊടുക്കണം. രേണുക ദേഷ്യത്തിൽ പറഞ്ഞു. ശരി, നീ ഒന്ന് അടങ്ങ്, ഞാൻ പോയി എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരാം. മഹാദേവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് എണീറ്റ് അങ്ങോട്ടേക്ക് നടന്നു. പക്ഷേ പ്രയാഗ അയാളെ തടഞ്ഞു. എന്നിട്ട് അവൾ രേണുകയെ ദേഷ്യത്തോടെ നോക്കി. അമ്മേ, അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അമ്മയ്ക്കറിയാമോ ഈ പെൺകുട്ടിയും അർജുനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്? അറിയില്ലല്ലോ, പിന്നെ എന്തിനാണ് അങ്ങനെയൊക്കെ പറയാൻ പോയത്? അവൾ ചോദിച്ചു. അർജുനും അവളും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ലെന്ന് പ്രയാഗയ്ക്ക് അറിയാമായിരുന്നു. രേണുകയുടെ വാക്കുകൾ കേട്ടാൽ ആ സ്ഥാനത്ത് പ്രയാഗ ആയിരുന്നെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു പ്രതികരിക്കുക. നിനക്കെന്താ പ്രാന്താണോ പെണ്ണെ? ഇവരിങ്ങനെ ഒരുമിച്ച് കറങ്ങുന്നത് കണ്ടിട്ടും ഇനിയും നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? നിനക്കിനി എങ്ങനെയാ ഇവനെ വിശ്വസിക്കാൻ കഴിയുന്നത്? രേണുക അക്ഷമയോടെ പറഞ്ഞു. ഇനി ഇതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ വായിൽ നിന്ന് വീണാലുണ്ടല്ലോ, ആ നാവ് ഞാൻ അറുത്തിടും, ഗായത്രി ഉറക്കെ പറഞ്ഞു. ബാലാജിയും ശിവാജിയും അത് കേട്ട് അവരുടെ അടുത്തേക്ക് വന്നു. അവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞിരുന്നു. ആ രണ്ടുപേരുടെ വരവ് കണ്ടപ്പോൾ തന്നെ രേണുകയുടെ നെഞ്ചിൽ കൂടെ ഒരു തീവണ്ടി പാഞ്ഞു. ആഹാ, അർജുൻ, നീ ബോഡി ഗാർഡുമായാണോ നടക്കുന്നത്? നീ അകത്തേക്ക് വാ, ഇതിനുള്ള മറുപടി ഞാൻ അവിടെ വെച്ച് തരാം. രേണുക ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് പ്രയാഗയുടെ കയ്യിൽ പിടിച്ചെഴുന്നേറ്റ് അകത്തേക്ക് പോയി. ഇനിയും അവിടെ ഇരുന്ന് വഴക്കടിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അവർക്ക് ബാലാജിയുടെയും ശിവാജിയുടെയും വരവോടെ മനസ്സിലായിരുന്നു. മഹാദേവൻ അകത്തേക്ക് പോകാൻ തുടങ്ങിയിട്ട് തിരിച്ച് അർജുന്റെ മുന്നിൽ വന്നു നിന്നു. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചതാ. രേണുക പറയാറുള്ളത് തന്നെയാ ശരി. നീ ഒരിക്കലും എന്റെ കുടുംബത്തിന് ചേർന്നതല്ല. അയാൾ അത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. ഗായത്രിക്ക് അപ്പോഴും ദേഷ്യം അടങ്ങിയിരുന്നില്ല. അവൾ അർജുനെ നോക്കി. അവന്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ എന്താണ് ഇങ്ങനെയെന്ന് അവൾ ചിന്തിച്ചു. നീ ഒരു മനുഷ്യൻ തന്നെയാണോ? എങ്ങനെയാ ഇത്രയും കാലം അവരുടെ കൂടെ നിന്നത്? എനിക്ക് തന്നെ അവരുടെ സംസാരം കേട്ടിട്ട് ഭ്രാന്ത് പിടിച്ചു. ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ ആ കുടുംബം ഞാൻ ബോംബിട്ട് തകർത്തേനെ, അവൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് പല്ല് കടിച്ചു. ഞാനതിന് അവരുടെ ഒപ്പമല്ല ഇപ്പോൾ താമസിക്കുന്നത്, അവനൊരു സാധാരണ കാര്യം പോലെ പറഞ്ഞു. എന്താ, നീ തമാശ പറയാണോ? അവൾ കാര്യം മനസ്സിലാകാതെ ചോദിച്ചു. ഞാൻ കാര്യമായി പറഞ്ഞതാ, പക്ഷെ നിനക്കിതൊന്നും മനസ്സിലാവില്ല. അർജുൻ അവളുടെ മനസ്സ് വായിച്ച പോലെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. അവൻ പോകുന്നത് നോക്കി നിന്ന ഗായത്രി ബാലാജിയുടെയും ശിവാജിയുടെയും നേരെ തിരിഞ്ഞു. ആ കുടുംബം മുഴുവൻ ഇവനോട് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടും ഇവൻ പിന്നെ എന്തിനാ അവർക്കൊപ്പം പോകുന്നത്? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. അവർ എന്ത് പറയണമെന്ന് അറിയാതെ പരസ്പരം നോക്കി. ആ പ്രയാഗയ്ക്കാണെങ്കിൽ അവന്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല. അവന്റെ കൂടെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് പോലും അവൾക്ക് യാതൊരു കുലുക്കവുമില്ല. എന്നിട്ടും അർജുൻ എന്തിനാ അവളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? ഗായത്രി അവരോട് അങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ബാലാജിയും ശിവാജിയും വീണ്ടും പരസ്പരം നോക്കി. അർജുൻ മാഡത്തിനെ മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല, പിന്നെ എന്തിനാണ് മാഡം അവന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? അവർ മടിച്ചു മടിച്ചു ചോദിച്ചു. അത് കേട്ടതും അവൾ അവരെ തറപ്പിച്ചൊന്ന് നോക്കി. മനഃപൂർവ്വം അവരുടെ ചോദ്യം അവഗണിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. അർജുന് പ്രയാഗയെ അത്രക്കിഷ്ടമായിരിക്കും, അതാണ് ഇത്രയും അപമാനം സഹിക്കേണ്ടി വന്നിട്ടും അവൻ അവളുടെ പിന്നാലെ പോകുന്നത്. ഗായത്രി അസൂയയോടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടന്നു. അതേസമയം അർജുൻ പതിയെ അകത്തേക്ക് കയറി പ്രയാഗയുടെ അടുത്തിരുന്നു. അവൾ അവനെ നോക്കി. അർജുൻ, ആരാ ആ പെൺകുട്ടി? അവൾ എന്തിനാ നിന്റെ കൂടെ വന്നത്? പ്രയാഗ ചോദിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഒരു ഗായത്രിയുടെ കാര്യം? അത് ഈ പെൺകുട്ടിയാണ്. എനിക്ക് അവളുമായി വേറൊരു ബന്ധവുമില്ല, അർജുൻ സത്യസന്ധമായി പറഞ്ഞു. അവൻ പറഞ്ഞപ്പോൾ അവൾ ഞെട്ടിപ്പോയി. എന്താ, ഗായത്രിയോ? വിവേകിന്റെ കസിനായ ആ പെൺകുട്ടിയാണോ ഇത്? ഞാൻ കേട്ടിട്ടുണ്ട് അവളെക്കുറിച്ച്. അവളോടാണോ അമ്മ തർക്കിച്ചത്? നീ എന്നിട്ടെന്തേ ഒന്നും പറയാഞ്ഞത്?
അവൾ സംശയത്തോടെ ചോദിച്ചു. എനിക്കറിയില്ല, അർജുൻ പറഞ്ഞു. ഗായത്രി ഒന്ന് മൂളിയാൽ അവളുടെ ബോഡി ഗാർഡ്സ് ആരുടെ വേണമെങ്കിലും കയ്യും കാലും തല്ലിയൊടിക്കും. അവളുടെ പേര് വിളിച്ച് സംസാരിക്കാൻ പോലും ആ നാട്ടിൽ ആരും ധൈര്യപ്പെടാറില്ല. ആ പെണ്ണ് എന്തിനാ നിന്റെ പുറകെ നടക്കുന്നത്? അവൾ അന്ന് ഓഫർ ചെയ്ത ജോലിക്ക് നീ പോകുന്നുണ്ടോ? അവൾ സംശയത്തോടെ ചോദിച്ചു. എനിക്ക് ആരുടെയും ജോലിയൊന്നും വേണ്ട. അർജുൻ ചിരിച്ചുകൊണ്ട് അവളുടെ നേരെ തിരിഞ്ഞു. അല്ല, നീ എന്തിനാണ് ഇതൊക്കെ ആലോചിച്ചിരിക്കുന്നത്? അർജുൻ ചോദിച്ചു. പ്രയാഗ ചുണ്ട് കടിച്ചുകൊണ്ട് മുഖം തിരിച്ചു. പിന്നെ വിഷയം മാറ്റാൻ എന്നോണം അവനോട് മറ്റൊരു കാര്യം ചോദിച്ചു. അച്ഛനും അമ്മയും എപ്പോഴും നിന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കിയുള്ള എന്റെ റിലേറ്റീവ്സിനും നീ ഈ കുടുംബത്തിൽ നിന്ന് പോകണമെന്നാണ് അഭിപ്രായം. നീ എന്താ മറുപടി പറയാൻ പോകുന്നത്? അവൾ വിഷമത്തോടെ ചോദിച്ചു. അവൻ അവളെ നേരെ നോക്കി. നീ പറയേ, ഞാൻ എന്താ പറയേണ്ടത്? ഇനിയും ഇവിടെ നിൽക്കണോ അതോ? അർജുൻ പുരികമുയർത്തി ചോദിച്ചു. അവന്റെ ആ ചോദ്യം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്ത് മറുപടി പറയുമെന്നോർത്ത് അവൾ ആശയക്കുഴപ്പത്തിലായി. പക്ഷേ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ എവിടെ നിന്നോ അവൾക്ക് ധൈര്യം വരുന്നത് പോലെ തോന്നി. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതിനാൽ നീ ഇവിടെ തന്നെ നിൽക്കണമെന്ന എന്റെ ആഗ്രഹം. അവൾ എങ്ങനെയോ പറഞ്ഞു ഒപ്പിച്ചു. അവളുടെ മറുപടി കേട്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു. അവൻ അവളുടെ കൈകൾ തന്റെ കൈക്കുള്ളിൽ ഒതുക്കി. അവൾ പെട്ടെന്ന് വല്ലാതായി. പക്ഷേ അവളുടെ കൈ തിരിച്ചെടുത്തില്ല. നീ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ആരും ഇവിടെ നിന്ന് പുറത്താക്കില്ല പ്രയാഗ. അർജുൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവർ വിവാഹിതരായി ഈ 2 വർഷത്തിനുള്ളിൽ ആദ്യമായാണ് അർജുൻ അവളുടെ കണ്ണുകളിലേക്ക് ഇഷ്ടത്തോടെ നോക്കുന്നതും കയ്യിൽ പിടിക്കുന്നതും ഇങ്ങനെ പ്രണയത്തോടെ സംസാരിക്കുന്നതും. പ്രയാഗയുടെ മുഖം ആകെ ചുവന്നു തൊടുത്തു. അവൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. അത് കണ്ട് അർജുന്റെ ഹൃദയം ക്രമാതീതമായി മിടിച്ചു. അർജുൻ, നീ ഒരു പെണ്ണിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് നിന്റെ അമ്മായിയമ്മയെ തല്ലിച്ചു അവളെ കൊണ്ട്? വനജ അവനോട് അലറി വിളിച്ചു ചോദിച്ചു. പ്രയാഗ പെട്ടെന്ന് തന്നെ അവളുടെ കൈ അർജുന്റെ കയ്യിൽ നിന്നും മാറ്റി. അർജുനും പെട്ടെന്ന് യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് വനജയെ നോക്കി. നിനക്ക് എന്ത് ധൈര്യമുണ്ടായിട്ടാണ് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് പാലക്കൽ കുടുംബത്തിനെ അപമാനിച്ചത്? ഇന്ന് നിന്നെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല, ആ പെണ്ണിനെ മുട്ടികാലിൽ നിർത്തി എല്ലാവരോടും മാപ്പ് പറയിക്കും ഞാൻ. വനജ ദേഷ്യം കൊണ്ട് വിറച്ചു. കണ്ടോടാ, എല്ലാവരും എനിക്കൊപ്പമുണ്ട്. ആ പെണ്ണിനെ കൊണ്ട് ഇനി എന്നെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല, രേണുക പറഞ്ഞു. ആ ചേച്ചി, ഇന്നത്തെ മീറ്റിംഗിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സാധിച്ചാല് പിന്നെ പ്രയാഗ എന്റെ കുടുംബത്തിലെ മരുമകളായിരിക്കും. ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം അവളെ, വനജ സ്നേഹത്തോടെ പറഞ്ഞു. എനിക്കത് കേട്ടാൽ മതി വനജെ, രേണുക ഭവ്യതയോടെ പറഞ്ഞു. നീ എത്ര പെട്ടെന്ന് ഇവനെ ഒഴിവാക്കുന്നോ അത്ര പെട്ടെന്ന് നീ രക്ഷപ്പെടും. എനിക്കത്രേ പറയാനുള്ളൂ മോളെ, പ്രയാഗയോട് പറഞ്ഞുകൊണ്ട് അവർ അർജുന് നേരെ തിരിഞ്ഞു. അർജുൻ, നീ ഇതിൽ ഇപ്പോൾ ഒപ്പിടണം. ഇല്ലെങ്കിൽ ഇനി ഞങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും 1 രൂപ പോലും നിനക്ക് ചെലവഴിക്കാൻ കഴിയില്ല. അതും പറഞ്ഞുകൊണ്ട് അവർ ഒരു ഡിവോഴ്സ് പേപ്പർ അവന്റെ നേരെ നീട്ടി. അർജുൻ അവരുടെ കയ്യിലെ പേപ്പറുകൾ നോക്കി. സിറ്റിയിലെ ഏറ്റവും നല്ല അഡ്വക്കേറ്റിനെ കൊണ്ടാണ് ഞാൻ ഈ അഗ്രിമെന്റുകളെല്ലാം തയ്യാറാക്കിച്ചത്. എല്ലാം നമ്മുടെ കുടുംബത്തിനും പ്രയാഗയുടെ സന്തോഷത്തിനും വേണ്ടിയാണ്, വനജ രേണുകയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നന്ദിയുണ്ട് വനജെ, ഇതൊരിക്കലും ഞാൻ മറക്കില്ല, മഹാദേവൻ പറഞ്ഞു. ഞങ്ങൾ പ്രയാഗയ്ക്ക് വേണ്ടി വനജയെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? രേണുക ചോദിച്ചു. അതൊന്നും സാരമില്ല, ഇതൊക്കെ എനിക്ക് നിസ്സാരമാണ്. ഇപ്പോൾ നമ്മുടെ ആവശ്യം ഇവനെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുക എന്നതാണ്, അർജുനെ നോക്കിക്കൊണ്ട് വനജ പറഞ്ഞു. എന്റെ മക്കൾ പോലും എന്നോട് എതിർത്ത് സംസാരിച്ചിട്ടില്ല. അപ്പോഴാ ഇവൻ എനിക്കെതിരെ സംസാരിച്ചത്. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്, വനജ മനസ്സിലോർത്ത് സന്തോഷിച്ചു. അർജുൻ പുഞ്ചിരിച്ചുകൊണ്ട് ഡോക്യുമെന്റ്സ് എല്ലാം നോക്കി തലയാട്ടി. അവനറിയാം ഇത് വനജയുടെ മാത്രം പണിയാണെന്ന്. വനജാന്റി, നിങ്ങൾക്ക് ഇതിനുള്ള അധികാരമുണ്ടോ? അവൻ ചോദിച്ചു. പാലക്കൽ കുടുംബാംഗം എന്ന നിലയിൽ എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. നിന്നെപ്പോലെ ഒന്നിനും കൊള്ളാത്തൊരുവൻ കണ്ട പെൺപിള്ളേരുടെ പിന്നാലെ കറങ്ങി നടന്ന് എന്റെ കുടുംബത്തെ നാണം കെടുത്തുന്നത് ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? വനജ ദേഷ്യത്തോടെ അലറി. വിവേകിനും അവരുടെ ഭർത്താവിനും വേണ്ടിയാണ് വനജ ഇതെല്ലാം ചെയ്യുന്നതെന്ന് അർജുന് അറിയാം. ഷൺമുഖൻ പറഞ്ഞതനുസരിച്ച് പാലക്കൽ കുടുംബത്തിൽ മഹാദേവന്റെ ഇപ്പോഴത്തെ അവസ്ഥ പോലെയാണ് മുകുന്ദന്റേത് എന്ന് അർജുൻ മനസ്സിലാക്കിയിരുന്നു. വിവേക് തന്റെ അച്ഛനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ വിവേകും പ്രയാഗയും തമ്മിൽ ഇഷ്ടമായാൽ, ആ കല്യാണം നടന്നാൽ അത് വനജയുടെ ഭർത്താവിന് ഗുണം ചെയ്യും. അതുകൊണ്ടാണല്ലോ അവർ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഓർത്ത് അർജുൻ ഒരു ചെറു പുഞ്ചിരിയോടെ അവരെ നോക്കി നിൽക്കുകയാണ്. നിനക്ക് നാണമില്ലേ? ഇനിയും നിന്ന് ചിരിക്കുകയാണോ? മൈത്രേയൻ അവനോട് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അർജുന്റെ അടുത്തായി വന്ന് കാലിന്മേൽ കാല് കയറ്റിയിരുന്നു. നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ നടപടിയും ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞു. നീ ഇവിടെ നിന്ന് പോകുന്ന നിമിഷം വിവേക് വീടിനുള്ളിലേക്ക് വരും.
അവൻ ഇപ്പോ തന്നെ പ്രയാഗയ്ക്ക് വേണ്ടി 3 കോടി രൂപയോളം വരുന്ന ഒരു കാറും 7 കോടി വില വരുന്ന ഒരു വില്ലയും വാങ്ങിയിട്ടുണ്ടെന്നാ ഞാൻ കേട്ടത്, അയാൾ പറഞ്ഞു. നീ വേണേൽ ദൂരെ നിന്ന് അതൊക്കെ കണ്ടോ, രേണുക പരിഹാസത്തോടെ പറഞ്ഞു. അർജുൻ അവരെ രണ്ടുപേരെയും ഗൗരവത്തോടെ നോക്കി. അവന് അപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് പ്രയാഗയുടെ അച്ഛനും അമ്മയും ഇത്ര അഹങ്കാരത്തോടെ നിൽക്കുന്നത് എന്ന്. നീ എന്താണ് നോക്കുന്നത്? എന്റെ മകൾ ഇപ്പോൾ നല്ല നിലയിലാ. ജ്വല്ലറി മേഖലയിൽ അവളെ കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂ. ഇനി അവൾ കെട്ടാൻ പോകുന്ന ആളും അത്രത്തോളം വലിയവൻ തന്നെ ആയിരിക്കണം. അങ്ങനെ നോക്കിയാൽ വിവേക് എന്തുകൊണ്ടും അവൾക്ക് യോജിച്ചവനാണ്. നിനക്കാണെങ്കിൽ എന്റെ മകളുടെ അടുത്ത് നിൽക്കാൻ പോലും യോഗ്യതയില്ല. കഴിഞ്ഞ 2 വർഷം നീ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തിന്നു മുടിച്ച് സുഖമായി ജീവിച്ചില്ലേ? മതി, ഇനി ഞങ്ങൾക്ക് നിന്നെ ചുമക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, രേണുക ദേഷ്യത്തോടെ പറഞ്ഞു. സത്യത്തിൽ ഇതിനെക്കുറിച്ചൊരു ചർച്ച തന്നെ ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം എങ്ങനെയുള്ള ഒരുത്തനാണ് ഇവനെന്ന്. പ്രയാഗ ഇല്ലെങ്കിൽ 1 രൂപ പോലും ഇവനെ കൊണ്ട് സമ്പാദിക്കാൻ കഴിയില്ല. ഒന്നിനും കൊള്ളാത്തവൻ. ഈ കുടുംബത്തിലെ മൂത്ത മകൻ എന്ന നിലയ്ക്ക് ഞാൻ അഗ്രിമെന്റ് വായിക്കാം, മൈത്രേയൻ മുന്നിലോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. ആ, ഏട്ടൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഡിവോഴ്സിന് ശേഷം പിന്നെ ഈ പേരും പറഞ്ഞ് ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വരരുത്, മാധവൻ അവനോട് പറഞ്ഞു. മൈത്രേയനും മാധവനും പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു. അവർക്ക് അർജുനെ അവിടെ നിന്നും പുറത്താക്കിയ ശേഷം വിവേകിനെയും പ്രയാഗിയെയും ഒന്നിപ്പിച്ചാൽ ആനന്ദിനെതിരെ പ്രതികാരം ചെയ്യാമെന്ന പ്ലാനാണ് മനസ്സിൽ. അന്ന് ബോർഡ് മെമ്പേഴ്സിന്റെ മുന്നിൽ വെച്ച് ആനന്ദ് അവരെ അപമാനിച്ചത് അവർ ഇന്നും മറന്നിട്ടില്ല. ആനന്ദിന് ഇപ്പോൾ അഭിഷേകിന്റെ കുടുംബ പിന്തുണയുണ്ടെങ്കിൽ പോലും മറ്റു പ്രധാന 3 കുടുംബങ്ങളുടെ പിന്തുണ തങ്ങൾക്ക് ലഭിച്ചാൽ അവർക്ക് ആ ഓഹരികൾ ആനന്ദിൽ നിന്ന് പിടിച്ചെടുത്ത് അവനെ ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കും. പ്രയാഗിയും വിവേകും വിവാഹം കഴിച്ചാൽ മഹാദേവൻ ഒരിക്കലും കുടുംബത്തിന്റെ തലവനാകില്ല എന്നും അവർക്കറിയാം. കാരണം വിവേക് പെൺകുട്ടികളെ വെറും ടൈം പാസ് ആയി കാണുന്നവനാണ്. ആ വിഷയത്തിൽ അവൻ സ്പെഷ്യലിസ്റ്റ് ആണ്. നിരവധി സുന്ദരികളായ മോഡലുകൾ അവന്റെ അടുത്തേക്ക് വരികയും പോവുകയും ചെയ്യാറുണ്ട്. ഇതുവരെ അവൻ എത്ര പേരുമായി ബന്ധം പുലർത്തിയിട്ടുണ്ട് എന്ന് അവന് പോലും കണക്കുണ്ടാവില്ല. അങ്ങനെ ഒരാൾ പ്രയാഗയെ വിവാഹം കഴിച്ചാൽ ബോറടിക്കുമ്പോൾ അവൻ അവളെയും ഉപേക്ഷിക്കും. അങ്ങനെ പോകുമ്പോൾ അതുവരെ കൊടുത്ത സമ്മാനങ്ങളും അവൻ തിരികെ എടുക്കും. അതുകൊണ്ട് മഹാദേവന്റെ ഫാമിലി റേഞ്ച് മാറും എന്നത് ഒരു പ്രശ്നമല്ല. വേഗം വായിക്കുകേട്ടാ, രേണുക ധൃതി കൂട്ടി. അവർ അർജുനെ പുറത്താക്കി വിവേകിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വിവേകുമായുള്ള വിവാഹം നടത്തണമെന്ന് മഹാദേവനും രേണുകയും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. പക്ഷേ പ്രയാഗ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. എല്ലാവരും മൈത്രേയൻ എന്താണ് വായിക്കാൻ പോകുന്നത് എന്നറിയാൻ ആകാംക്ഷയോടെ നോക്കിയിരുന്നു. അധ്യായം 37. അർജുൻ ഡിവോഴ്സ് ചെയ്യാൻ സമ്മതിച്ചാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകാം. ഇവൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് ഈ നാട് മുഴുവൻ അറിയാം. അത് തന്നെ മതി അർജുനും പ്രയാഗയ്ക്കും ഡിവോഴ്സ് കിട്ടാൻ, രേണുക ചിന്തിച്ചു. താൻ വിവേകിന്റെ വില്ലയിൽ താമസിക്കുന്നതും സ്പോർട്സ് കാറിൽ കറങ്ങുന്നതുമൊക്കെ ഓർത്ത് അവരുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. മൈത്രേയൻ അർജുനെ നോക്കി പുച്ഛിച്ചു ചിരിച്ചു. ഈ ഡിവോഴ്സ് എഗ്രിമെന്റ് പ്രകാരം നീ പാലക്കൽ കുടുംബം വിട്ടുപോകുമ്പോൾ ഒന്നും എടുക്കാൻ പാടില്ല. കാറോ വീടോ ഓഹരിയോ ഒന്നും നിനക്കുണ്ടാവില്ല. നിന്നെ നോക്കാമെന്ന് ഞങ്ങളുടെ അച്ഛൻ വാക്ക് നിനക്ക് തന്നിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ വാക്കനുസരിച്ച് ഞങ്ങൾ എല്ലാവരും ചേർന്ന് 30,000 രൂപ വീതം തരാം. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ നീ പട്ടിണി കിടന്ന് ചത്തുപോകും. അപ്പോൾ നിന്റെ മരണത്തിന് ഞങ്ങളാണ് കാരണമെന്ന് ആരും പറയാതെ ഇരിക്കാനാണ് ഈ പണം തരുന്നത്. അർജുൻ, നിനക്ക് ഈ വായിച്ചതിൽ കുഴപ്പമില്ലെങ്കിൽ ഇപ്പോൾ ഒപ്പിടണം. സാക്ഷി ഒപ്പിടാൻ വക്കീലും എവിടെയുണ്ട്? ഞങ്ങൾ തരുന്ന പൈസ വാങ്ങി ഉടനെ സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ കോടതിയിൽ ഒത്തുതീർപ്പിന് തയ്യാറാവുക. എന്തായാലും നിന്നെ കൊണ്ടൊരു വക്കീലിനെ താങ്ങാൻ കഴിയില്ല. നീ എവിടെ പോയാലും വിവാഹമോചനം ചെയ്തേ പറ്റൂ. അതുകൊണ്ട് വേഗം ഒപ്പിടുന്നതായിരിക്കും നിനക്ക് നല്ലത്, വനജ പറഞ്ഞു. അർജുൻ അവരെ എല്ലാവരെയും നോക്കിയ ശേഷം പ്രയാഗയുടെ മുന്നിൽ വന്നു നിന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. പ്രയാഗ, നിനക്ക് ഈ ഡിവോഴ്സിൽ താല്പര്യമുണ്ടോ? അവൻ സൗമ്യമായി അവളോട് ചോദിച്ചു. അതുവരെ ദേഷ്യം കൊണ്ട് നിന്നിരുന്ന അവളുടെ മുഖം അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഒന്ന് തണുത്തു. എനിക്ക് അർജുനിൽ നിന്ന് ഡിവോഴ്സ് വേണ്ട. എന്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ മറ്റാർക്കും അധികാരമില്ല. എന്റെ ജീവിതം എന്റെ തീരുമാനത്തിനനുസരിച്ച് ഞാൻ ജീവിക്കും, പ്രയാഗ സീരിയസ് ആയി പറഞ്ഞു. അർജുൻ സൗമ്യമായി അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പാലക്കൽ തറവാട്ടിലുള്ളവരെ നോക്കി. പ്രയാഗയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ അവളെ ആരും നിർബന്ധിക്കാൻ പാടില്ല. ആർക്കും അതിനുള്ള അധികാരമില്ല. അതല്ല, അവൾക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ അവളെ ആരെങ്കിലും നിർബന്ധിക്കുകയാണെങ്കിൽ ഉറപ്പായും അവരെ ഞാൻ തീർത്തിരിക്കും. അർജുൻ ഗൗരവത്തോടെ അവർക്ക് താക്കീത് നൽകി. മൈത്രേയനും അയാളുടെ അനുയായികളും അത് കേട്ട് ഞെട്ടി. അർജുന്റെ കണ്ണുകളിലെ തീവ്രത കാരണം അവർ അല്പനേരം നിശബ്ദരായി. പിന്നെ എല്ലാവരും ഉറക്കെ പൊട്ടിച്ചിരിച്ചു.
വിവേക് ആയിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ അവർ അവനെ കാര്യമായി എടുക്കുമായിരുന്നു. പക്ഷേ ഇത് അർജുനല്ലേ. അവരുടെ മനസ്സിൽ അർജുൻ ഒന്നിനും കൊള്ളാത്തവനാണ്. നീ എന്താ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? ആൾക്കാരെ ഇടിക്കാനും തൊഴിക്കാനും ഒക്കെ നീ മിടുക്കനാണെന്നറിയാം. പക്ഷേ അതുകൊണ്ട് മാത്രം ആയില്ല. കുറച്ച് ബുദ്ധിയും കൂടെ വേണം. അത് നിനക്കില്ല. നീ ഒരു മണ്ടനാ, വനജ പരിഹാസത്തോടെ പറഞ്ഞു. ഞാൻ അവളെ നിർബന്ധിക്കും. നിനക്കെന്നെ തല്ലാനുള്ള ധൈര്യമുണ്ടോ? മാധവൻ പരിഹാസത്തോടെ അവനോട് പറഞ്ഞു. പ്രയാഗ, നീ എന്താ പറയുന്നത് മോളെ? എന്തുകൊണ്ടാ നീ ഈ ഡിവോഴ്സിന് സമ്മതിക്കാത്തത്? നിനക്ക് ഇപ്പോഴും ഈ നാശം പിടിച്ചവന്റെ ഒപ്പം കഴിയാൻ ആഗ്രഹമുണ്ടോ? വിവേകിന് നിന്നെ ഇഷ്ടമാണ്. നിനക്ക് തരാൻ വേണ്ടി കുറെ ഗിഫ്റ്റ്സും വാങ്ങി അവൻ തയ്യാറായി നിൽപ്പുണ്ട് നിന്നെ കല്യാണം കഴിക്കാൻ. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? രേണുക പ്രയാഗയെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അർജുനെ വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പ്രയാഗയും വിവേകും തമ്മിലുള്ള വിവാഹം നടക്കും. അതിനുശേഷം ഞങ്ങളുടെ കുടുംബമായിരിക്കും ഈ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ കുടുംബമെന്ന ഞാൻ കരുതിയത്. എന്നാൽ ഈ പെണ്ണ് ഇങ്ങനെ നിന്നാൽ എന്റെ പദ്ധതികളെല്ലാം കുളമാകുമല്ലോ എന്റെ ഈശ്വര, രേണുക മനസ്സിലോർത്തു. അർജുൻ ഒപ്പിട്ടില്ലെങ്കിലും സാരമില്ല രേണുകെ, നമുക്ക് നിയമപരമായി പോകാം. അവന് പണം നൽകാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അവൻ അതിന് അർഹനല്ല, മൈത്രേയൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ തന്നെ വിവേകിനെ വിളിച്ച് അവന്റെ ആളുകളെ അയക്കാൻ ആവശ്യപ്പെടാം. ഇവൻ പറഞ്ഞില്ലേ നമ്മളെ കൊല്ലുമെന്ന്. അവർ വരുമ്പോൾ കാണാലോ അർജുന് അവരെ നേരിടാനുള്ള കഴിവുണ്ടോ എന്ന്. എന്നിട്ടല്ലേ ഇവൻ നമ്മളെ കൊല്ലുന്നത്, മാധവൻ പരിഹാസത്തോടെ പറഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞതും സ്യൂട്ട് ധരിച്ച കുറച്ച് ബോഡി ഗാർഡ്സ് അകത്തേക്ക് കയറി വന്നു. വിവേകിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നാലെ വിവേകം വരുന്നുണ്ട്. അവർ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വാ, നമുക്ക് അവിടെ ചെന്ന് അവനെ വെൽക്കം ചെയ്യാം. ദേ അർജുൻ, അവൻ വരുമ്പോൾ നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത്. വെറുതെ അവന്റെ ആളുകളുടെ കയ്യിൽ നിന്നും അടി വാങ്ങിച്ചു കൂട്ടണ്ട നീ, വനജ പറഞ്ഞു. അർജുൻ, വിവേകിന്റെ കൂടെ അവന്റെ ഫാമിലിയൊക്കെ കാണും. നീ ആ പെൺകുട്ടിയെ വിളിച്ച് എന്നോട് മാപ്പ് പറയാൻ പറയും. അല്ലെങ്കിൽ നിന്നെ അവന് ഇഷ്ടമല്ല. അതിന്റെ കൂടെ നീ കാരണം ഞാൻ അപമാനിക്കപ്പെട്ടു എന്ന് കൂടെ അറിഞ്ഞാൽ അവൻ നിന്നെ ശരിയാക്കും, രേണുക അഹങ്കാരത്തോടെ പറഞ്ഞു. വിവേകിന്റെ കുടുംബത്തെ സ്വീകരിക്കാൻ അവരെല്ലാം പുറത്തേക്കിറങ്ങി. അർജുൻ, നീ വരണ്ട. ആ വിവേകുമായി ഇനിയൊരു പ്രശ്നം വേണ്ട, പ്രയാഗ ടെൻഷനോടെ പറഞ്ഞു. ഇവിടെ ഒന്നും സംഭവിക്കില്ല പ്രയാഗ. എനിക്കറിയണം അവൻ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അർജുൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. അവൻ പ്രയാഗയെയും കൂട്ടി വാതിലിനടുത്തേക്ക് നടന്നു. നേരത്തെ തന്നെ അർജുൻ ഷൺമുഖനെ വിട്ട് വിവേകിനെ പൊക്കിയിരുന്നു. അവനറിയാം വിവേകിനെ കൊണ്ട് അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. എല്ലാവരും വിവേക് വരുന്നതും കാത്ത് വാതിലിൽ നിൽക്കുകയാണ്. അർജുൻ, നീ ഉടനെ ആ പെൺകുട്ടിയെ വിളിച്ച് അവളോട് ഇങ്ങോട്ട് വന്ന് ഇവളോട് മാപ്പ് ചോദിക്കാൻ പറയൂ. അല്ലെങ്കിൽ അവൾ ഇനിയും കഷ്ടപ്പെടും. അന്ന് വീട്ടിൽ വന്നപ്പോൾ അവളുടെ പെർഫ്യൂമാണ് നിന്നിൽ മണത്തത് എന്നാ രേണുകേടത്തി പറഞ്ഞത്. ആ പെൺകുട്ടി ആരാ എന്താ എന്നൊക്കെ കണ്ടെത്തുന്നത് ഞങ്ങൾക്ക് വലിയ കാര്യമില്ല. ഇനി നിങ്ങളുടെ ആ അവിഹിത ബന്ധം കൂടി കോടതിയിൽ തെളിയിച്ചാൽ പിന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വനജ അർജുന്റെ അടുത്ത് വന്ന് പറഞ്ഞു. അർജുൻ അവരുടെ വാക്കുകൾ കേട്ടതായി പോലും ഭാവിച്ചില്ല. അവർ ഏറെ നേരമായി പുറത്ത് കാത്തു നിൽക്കുകയാണ്. എന്നാൽ വിവേക് വരുന്ന ലക്ഷണമില്ല. എല്ലാവരും ആശയക്കുഴപ്പത്തോടെ ചുറ്റും നോക്കി. പക്ഷെ ആരും വരുന്നതായി അവർക്ക് തോന്നിയില്ല. വിവേകിനെ കാണുന്നില്ലല്ലോ. ഇനി അവൻ അർജുനെ തല്ലാൻ ആളുമായി വരില്ലേ? മാധവൻ വനജയോട് ചോദിച്ചു. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ വിവേകിന് ഇവിടെ വരാൻ ധൈര്യമുണ്ടാവില്ല, ഒരു പെൺ ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. എല്ലാവരും തിരിഞ്ഞു നോക്കി. ബാലാജിയും ശിവാജിയും കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. പിങ്ക് നിറത്തിലുള്ള സ്പോർട്സ് കാറിൽ നിന്ന് ഗായത്രിയും ഇറങ്ങി. അവൾ സൺഗ്ലാസ് അഴിച്ച് പാലക്കൽ വീട്ടുകാരെ അലക്ഷ്യമായി ഒന്ന് നോക്കി. നിങ്ങൾക്കെന്താ ധൈര്യമില്ലേ വിവേകില്ലാതെ എന്നോട് സംസാരിക്കാൻ? ഗായത്രി കാറിൽ ചാരി നിന്നുകൊണ്ട് ചോദിച്ചു. നീ വീണ്ടും ശല്യമുണ്ടാക്കാൻ നോക്കുകയാണോ? മനജെ, ഞാൻ പറഞ്ഞില്ലേ ഈ പെണ്ണാണ് എന്നെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയത്. അവൾ പിന്നെയും വന്നിരിക്കുക ഓരോന്നും പറഞ്ഞ്. നമ്മുടെ ശക്തി എന്താണെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്ക്. രേണുക പറഞ്ഞതും ഗായത്രിയെ നോക്കി നിന്ന വനജയുടെ മുഖം വിളറി. വായടക്കി സ്ത്രീയെ, മാഡം ആരാണെന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? പേര് കേട്ട മുണ്ടക്കൽ തറവാടിന്റെ അനന്തരാവകാശിയാണ് മാഡം. ഇനി ആ നാവുകൊണ്ട് മാഡത്തെ എന്തെങ്കിലും പറഞ്ഞാൽ ഉറപ്പായും നിങ്ങളെ ഞാൻ കൊല്ലും, ഗായത്രിയുടെ ബോഡി ഗാർഡ് പറഞ്ഞു. ദയവ് ചെയ്ത് നീ ഇനി ഒരക്ഷരം പോലും മിണ്ടരുത്, വനജ രേണുക മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. ഇവളാണോ മുണ്ടക്കൽ കുടുംബത്തിന്റെ അവകാശി? അവൾ വിശ്വാസം വരാതെ ഗായത്രിയെ നോക്കി. ഇതെങ്ങനെ സംഭവിച്ചു? അന്ന് അർജുനിൽ നിന്ന് വന്ന പെർഫ്യൂമും ഈ പെൺകുട്ടിയുടേതായിരുന്നു. നേരത്തെ ഇവൾ അടുത്തു വന്നപ്പോ ഞാനത് ശ്രദ്ധിച്ചിരുന്നു. അർജുനൊപ്പം മുണ്ടക്കൽ കുടുംബത്തിന്റെ അനന്തരാവകാശി എന്താണ് ചെയ്യുന്നത്? അർജുന അവളെ എങ്ങനെ അറിയാം? രേണുക ആശയക്കുഴപ്പത്തിലായി.
ഗായത്രി മോളെ, നീ എപ്പോഴും ഇവിടെ വന്നത്? നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. സുഖമാണോ? വനജ ഒരു പുഞ്ചിരിയോടെ ഗായത്രിയുടെ അടുത്തേക്ക് ചെന്നു. ഗായത്രിയും വനജയും മുണ്ടക്കൽ കുടുംബത്തിലെ അംഗങ്ങളാണെങ്കിലും അവരുടെ സ്റ്റാറ്റസിലും സ്വത്തിലുമൊക്കെ നല്ല അന്തരമുണ്ടായിരുന്നു. ആ കുടുംബത്തിലെ മൂത്ത മകന്റെ ഏക മകളാണ് ഗായത്രി നായർ. അവൾക്ക് വിവേകിനേക്കാൾ അധികാരവും പദവിയും അവിടെ കൂടുതലായുണ്ട്. ആ കുടുംബത്തിലെ അധിപനാണ് ഗായത്രിയുടെ അച്ഛൻ. അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വനജയുടെ ഭർത്താവ് മുകുന്ദന് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. വനജാന്റി, നിങ്ങൾ എന്നെ ഗായത്രി എന്നാണോ ഇപ്പോൾ വിളിച്ചത്? ഗായത്രി വനജയെ ഗൗരവത്തോടെ നോക്കി ചോദിച്ചു. സോറി, ഞാൻ മിസ് ഗായത്രി എന്ന് വിളിക്കണം അല്ലേ? വനജ ചമ്മിയ ഒരു ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വനജ പുറമേ മുണ്ടക്കൽ കുടുംബ പേര് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുമെങ്കിലും ഗായത്രിയുടെ മുമ്പിൽ വനജ ഒരു വേലക്കാരിയെ പോലെയാണ്. നിങ്ങളിപ്പോ പറഞ്ഞത് ഞാൻ കേട്ടു. ഞാൻ ആരാണെന്ന് കണ്ടുപിടിച്ച് എന്നെ കൊണ്ട് മാപ്പ് പറയിക്കണമെന്നോ? അർജുനുമായി എനിക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കുമോ? ഗായത്രി വനജയോട് ചോദിച്ചു. അതേ വാക്കുകൾ അവൾ നേരത്തെ രേണുകയിൽ നിന്ന് കേട്ടിരുന്നു. പക്ഷേ അവൾ രേണുകയെ അർജുന് വേണ്ടി വെറുതെ വിട്ടതാണ്. എന്നാൽ വനജയെ വിട്ടുകളയാൻ ഗായത്രി പക്ഷെ തയ്യാറായില്ല. വനജ അർജുനോട് പറയുന്ന ഓരോ വാക്കുകളും അവൾ കേട്ടിരുന്നു. ഗായത്രിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വനജയുടെ മുഖം വിളറി. അവർ നെറ്റിയിലെ വിയർപ്പ് കൈകൊണ്ട് തുടച്ചു. ഈ പെണ്ണിനെ അർജുനെ അറിയാമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല, അവർ മനസ്സിലോർത്തു. ഇതെല്ലാം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മിസ് ഗായത്രി. നിങ്ങൾ അർജുന്റെ സുഹൃത്താണെന്ന് ഞാൻ കരുതിയില്ല. എന്നോട് ക്ഷമിക്കണം, വനജ അവളുടെ മുന്നിൽ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. നെവർ മൈൻഡ്. പിന്നെ ഒരു വട്ടം ആ മുഖമൊന്ന് കാണിച്ചേ, ഗായത്രി ഗൗരവത്തിൽ പറഞ്ഞു. ആ വാക്ക് കേട്ട് വനജ ഞെട്ടി. മിസ് ഗായത്രി, ഇത് ശരിയല്ല. നമ്മുടെ കുടുംബത്തിന്റെ മാനം പാലക്കൽ കുടുംബത്തിന് മുന്നിൽ വെച്ച് തകർക്കരുത്. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അത് നിന്റെ മുത്തശ്ശനും വിഷമമാകും. പ്ലീസ്, അവർ താഴ്മയോടെ പറഞ്ഞു. വനജയുടെ മുഖം വിളറി വെളുത്തിരുന്നു. ഗായത്രിയുടെ ദേഷ്യത്തെക്കുറിച്ച് അവൾക്ക് നന്നായി അറിയാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൾക്ക് സ്വയം നിയന്ത്രിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ അവൾ ഈ തെറ്റ് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് അവർക്ക് തോന്നി. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ? മുഖം കാണിക്കാൻ, ഗായത്രി ദേഷ്യത്തോടെ പറഞ്ഞു. ഗായത്രി മോളെ, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ മോളുടെ ആന്റിയല്ലേ. നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം, ഇവിടെ വെച്ചൊന്നും വേണ്ട, അവർ ദയനീയമായി പറഞ്ഞു. എന്റെ മുത്തശ്ശന്റെ പേരും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താമെന്നാണോ നിങ്ങൾ കരുതിയത്? ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളായി. പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ ഭർത്താവിന് പണം സമ്പാദിക്കാൻ അറിയില്ല. ഇത്രയും കാലം നിങ്ങളെയും നിങ്ങളുടെ ഭർത്താവിനെയും പോറ്റിക്കൊണ്ട് നടന്ന കുടുംബത്തെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലേ? 40-40 വയസ്സായ നിങ്ങളുടെ ഭർത്താവിന് ഇന്നും ചിലവിന് തരുന്നത് എന്റെ മുത്തശ്ശനാണ്. അയാളുടെ കയ്യിൽ 5 പൈസയില്ല. പക്ഷെ എന്റെ അച്ഛനെ സോപ്പിട്ട് കാശുണ്ടാക്കാൻ മാത്രം നന്നായി അറിയാം. ആ പണം കൊണ്ടല്ലേ അയാൾ കണ്ണിൽ കണ്ട സ്ത്രീകൾക്കൊപ്പം കറങ്ങുന്നത്. അതിലൊന്നിൽ ഒരു കൊച്ചുമുണ്ട്. അയാളുടെ ഈ അവിഹിത ബന്ധം കാരണം എത്ര തവണ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ നാണം കെട്ട് നിന്നിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ എന്നെ എന്റെ മുത്തശ്ശന്റെ പേരും പറഞ്ഞ് ഭയപ്പെടുത്താൻ നോക്കുന്നു. ഗായത്രി വനജയെ വാക്കുകൾ കൊണ്ട് തളർത്തി. വനജയുടെ മുഖം ചുവന്നു വന്നു. അവർ അപമാനം കാരണം തല കുനിച്ചു നിന്നു. സംസാരിക്കാനുള്ള ധൈര്യം അവർക്കില്ലാതായി. സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ ഗായത്രി തന്നെയും ഭർത്താവിനെയും കുറിച്ച് പറയുമ്പോൾ ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു. മുണ്ടക്ക കുടുംബത്തിന്റെ പേരും പറഞ്ഞ് അഹങ്കരിച്ചു നടക്കുന്ന വനജയെ ആ കുടുംബത്തിൽ ആരും ഒരു മനുഷ്യനായി പോലും കാണുന്നില്ല എന്നും ആരും അവർക്കൊരു വിലയും കൊടുക്കുന്നില്ലെന്നും അവിടെയുള്ളവർക്കെല്ലാം മനസ്സിലായി. മാധവനും മൈത്രേയനും വനജയെ വെറുപ്പോടെ നോക്കി. വെറുതെ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഞാൻ അവസാനമായി പറയുകയാണ്, മുഖം കാണിക്കൂ, ഗായത്രി വീണ്ടും പറഞ്ഞു. വനജയ്ക്ക് ഒന്നും ചെയ്യാനില്ലായിരുന്നു. ആ വൃദ്ധൻ മരിച്ചാൽ പിന്നെ ജീവിക്കണമെങ്കിൽ ഈ ഗായത്രിയുടെ അച്ഛന്റെ അടുത്തേക്ക് കൈ നീട്ടണം. പിന്നെ ഗായത്രിയുടെ മുന്നിൽ തലകുനിക്കണം. അതുകൊണ്ട് തന്നെ അവളെ തണുപ്പിക്കാൻ തന്നെ വനജ തീരുമാനിച്ചു. മിസ് ഗായത്രി, എന്നോട് ക്ഷമിക്കണം. എനിക്ക് തെറ്റുപറ്റിയെന്ന് എനിക്കറിയാം. ഇതൊന്നും മനസ്സിൽ വെക്കരുത്. അത് പറഞ്ഞതും ഗായത്രി അവരെ പുഞ്ചിരിയോടെ അടുത്തേക്ക് വലിച്ചു നിർത്തി. എന്നിട്ട് വനജയുടെ മുഖത്ത് അവൾ ആഞ്ഞടിച്ചു. അവളുടെ അടിയുടെ ശബ്ദം എല്ലാവരുടെയും കാതുകളിൽ മുഴങ്ങി. ഗായത്രിയുടെ വിരൽപ്പാടുകൾ വനജയുടെ കവിളത്ത് പതിഞ്ഞു കിടന്നു. വനജ കരണത്ത് കൈവച്ച് കരഞ്ഞുപോയി. മുഖത്ത് നിന്ന് കൈയെടുക്ക്, ഗായത്രി ദേഷ്യത്തോടെ പറഞ്ഞു. ഗായത്രി മോളെ, മതി, എന്റെ തെറ്റെനിക്ക് മനസ്സിലായി. എന്നെ പോകാൻ അനുവദിക്കേ, അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എങ്കിലും ഗായത്രി അവരെ വിട്ടില്ല. അവളുടെ ദേഷ്യം അല്പമെങ്കിലും ശമിക്കും വരെ ഗായത്രി വനജയുടെ മുഖത്ത് അടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 10-ലേറെ തവണ ഗായത്രി വനജയെ അടിച്ചു. അപ്പോഴേക്കും അവളുടെ മുഖം വീർത്ത് കറുത്തിരുന്നു. നോക്കൂ വനജാന്റി,
ഈ വാക്കുകൾ ഞാൻ വേറെ ആരുടെയെങ്കിലും വായിൽ നിന്നാണ് കേട്ടിരുന്നതെങ്കിൽ ഞാൻ അവരെ കൊന്നേനെ. നിങ്ങൾ എന്റെ കുടുംബത്തിൽപ്പെട്ടവരായതിനാൽ ഞാൻ നിങ്ങളുടെ കവിളിൽ തട്ടിവിടുന്നു. ഇനിയെങ്കിലും മറ്റുള്ളവരോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കേ. ഗായത്രി വനജയ്ക്ക് ശക്തമായ താക്കീത് നൽകി. യഥാർത്ഥത്തിൽ ഗായത്രിയുടെ ആ ദേഷ്യം അർജുനോടുള്ളതാണ്. പ്രയാഗയോടുള്ള ഇഷ്ടം അർജുൻ അവൾക്ക് മുന്നിൽ പ്രകടിപ്പിച്ചത് ഗായത്രിക്ക് സഹിച്ചില്ല. രേണുകയുടെ വാക്കുകൾ കൂടി കേട്ടതോടെ ആ ദേഷ്യം കൂടിക്കൂടി വന്നു. അതെല്ലാം ചേർത്ത് വനജയ്ക്ക് കിട്ടി എന്ന് മാത്രം. പാലക്കൽ കുടുംബത്തിൽ നിന്ന് അർജുനെ പുറത്താക്കിയാൽ ഉടനെ തന്നെ അവനെ തന്റെ ഒരു കമ്പനിയുടെ CEO ആക്കണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. ഇവിടെ വന്നപ്പോൾ അർജുന്റെ അമ്മായിയമ്മ അവളെ ശകാരിച്ചു. അതിനുശേഷം വനജ അവളെയും അവനെയും ചേർത്ത് പലതും പറഞ്ഞുണ്ടാക്കി. അതും കൂടെ ആയപ്പോൾ പിന്നെ അവളുടെ ഈഗോ മുറിപ്പെടില്ലേ. അതുകൊണ്ടാണ് വനജയ്ക്ക് ഈ വിധിയുണ്ടായത്. ഇതെല്ലാം കണ്ട് നടുങ്ങി തരിച്ചു നിൽക്കുകയാണ് എല്ലാവരും, പ്രത്യേകിച്ച് രേണുക. 38. വനജാന്റെ ഇപ്പൊ തന്നെ അർജുനോട് മാപ്പ് പറയണം. നിങ്ങൾ എന്താ പറഞ്ഞേ? അവൻ സ്ത്രീകളുമായി ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുവെന്നോ? അവൻ എന്നോട് സംസാരിച്ചതാണോ നിങ്ങൾ കണ്ട കുറ്റം? മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞ അനാവശ്യങ്ങൾ തിരിച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഇനിയും നിങ്ങൾ എന്റെ കൈയുടെ ചൂടറിയും. ഗായത്രി താക്കീത് നൽകിക്കൊണ്ട് പറഞ്ഞു. ആർക്കും അവളെ എതിർക്കാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അർജുനോടും ഗായത്രിയോടും മാപ്പ് പറഞ്ഞു. അർജുൻ മാധവനെയും മൈത്രേയനെയും നോക്കി. ഞാൻ നിങ്ങൾ രണ്ടുപേരോടും നേരത്തെ പറഞ്ഞതാ, എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് അവൻ പരിഹാസത്തോടെ പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ട് മാധവനും മൈത്രേയനും ദേഷ്യം കടിച്ചമർത്തി. ഇത് എല്ലാവർക്കുമുള്ള അവസാന വാണിംഗ് ആണ്. ഇനി മേലാൽ ഞങ്ങളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു നടന്നാൽ ഒന്നിനെയും വെറുതെ വിടില്ല ഞാൻ. നിങ്ങളൊക്കെ പേടിയോടെ നോക്കുന്ന ആ അവനില്ലേ വിവേക്, അവനേക്കാളും ഡേഞ്ചറാണ് ഞാൻ, അത് ഓർമ്മ വേണം. അവൾ എല്ലാവർക്കും ഒരു താക്കീത് കൊടുത്തുകൊണ്ട് പറഞ്ഞു. മിസ് ഗായത്രി, ഇനി ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് ആരും പറയില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി. നമ്മളൊക്കെ ഇപ്പൊ ഒരു കുടുംബമല്ലേ? മൈത്രേയൻ അവളെ അനുനയിപ്പിച്ചു. അതേസമയം കുറച്ചു മുൻപ് ആളറിയാതെ അവളെ വഴക്ക് പറഞ്ഞതോർത്ത് മഹാദേവനും രേണുകയും വളരെയധികം ഭയത്തോടെയാണ് നിന്നത്. എന്നോട് ക്ഷമിക്കണം, ഞാൻ വളരെ വലിയ തെറ്റാ ചെയ്തത്. അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ഞാൻ. എന്റെ വിവരമില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ. പ്ലീസ് എന്നോട് ക്ഷമിക്കണം. രേണുക വേഗം തന്നെ ഗായത്രിയോട് താണുകേണു പറഞ്ഞു. വനജയുടെ മുഖം ഇതിനകം തന്നെ അടികൊണ്ട് വീർത്തിട്ടുണ്ട്. അതുപോലെ മാധവനും മൈത്രേയനും രണ്ടുപേരും അവളുടെ മുന്നിൽ തല കുനിച്ചു നിൽക്കുകയാണ്. സത്യത്തിൽ ഇതിനെല്ലാം തുടക്കം കുറിച്ചത് രേണുകയാണ്. അതുകൊണ്ട് അവർ ഭയത്തോടെയാണ് ഗായത്രിയുടെ മുന്നിൽ നിൽക്കുന്നത്. അവൾ തന്നെ എങ്ങനെയായിരിക്കും ശിക്ഷിക്കുന്നത് എന്ന് ആലോചിക്കുന്തോറും ഭയം കൊണ്ട് മുട്ടുവിറയ്ക്കുന്നുണ്ടായിരുന്നു അവർക്ക്. ഗായത്രി രേണുക പറഞ്ഞത് മൈൻഡാക്കാതെ അർജുനെ നോക്കി. അവന്റെ മുഖം കണ്ടതും അവളുടെ ദേഷ്യം മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി. അർജുൻ, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? നിനക്ക് ഗായത്രി അറിയില്ലേ? അവളോട് ഒന്ന് പറയേ, എന്നോട് ക്ഷമിക്കാൻ. നീ ഇപ്പോഴും എന്റെ മരുമകനല്ലേ? എന്നെ രക്ഷിക്കാൻ അത്രയെങ്കിലും ചെയ്തുകൂടെ നിനക്ക്? രേണുക അർജുനോട് അപേക്ഷിച്ചു. രേണുക തന്നെ വിട്ടയക്കാൻ വേണ്ടി ഗായത്രിയോടും അർജുനോടും അപേക്ഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഗായത്രി അവനെ തടഞ്ഞു. ആഹാ, നിങ്ങൾക്ക് നാണമെന്നൊന്നില്ലേ? ഇത്രയൊക്കെ ചെയ്തിട്ടും അവനോട് സഹായം ചോദിച്ചു ചെല്ലാൻ? മരുമകൻ പോലും. ഇത്രയും നേരം അങ്ങനെയല്ലല്ലോ ഇവിടെ നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരുന്നത്. ഗായത്രി അവരോട് പുച്ഛത്തോടെ ചോദിച്ചു. രേണുക ഭയം കൊണ്ട് വിറച്ച് തല കുനിച്ചു നിന്നു. ഗായത്രി വനജയെ തല്ലിയതുപോലെ തന്നെയും തല്ലുമോ എന്ന ഭയത്തിലായിരുന്നു അവർ. നിങ്ങൾ എന്താ പതുങ്ങി നിൽക്കുന്നത്? നിങ്ങളെ പോലെയുള്ള ആൾക്കാരെ തല്ലുന്നത് പോലും എനിക്കിഷ്ടമല്ല. വെറുതെ എന്റെ കൈ ചീത്തയാവൂ എന്നല്ലാതെ. ഇപ്പോൾ അർജുൻ എന്റെ കമ്പനിയുടെ ജനറൽ മാനേജറാണ്. ഇനി അവനെ ഉപദ്രവിക്കാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ എന്നെ ആദ്യം ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും, ഗായത്രി താക്കീതായി പറഞ്ഞു. അവൾ സംസാരിച്ചു തീർന്നതും ശിവാജി കാർ കൊണ്ടുവന്ന് അവർക്ക് മുന്നിലായി നിർത്തി. ബാലാജി കാറിന്റെ ബാക്ക് ഡോർ അവൾക്കായി തുറന്നു കൊടുത്തു. അവൾ കാറിന്റെ ബാക്ക് സീറ്റിൽ കയറിയിരുന്നതും 10 സെക്കൻഡ് കൊണ്ട് കാർ അവിടെ നിന്നും പോയി കഴിഞ്ഞു. എല്ലാ പാലക്കൽ കുടുംബാംഗങ്ങളുടെ മുഖത്തും വളരെയധികം ദേഷ്യവും അപമാനവും നിറഞ്ഞു നിന്നു. അവരെല്ലാം അർജുനെ അങ്ങേയറ്റം വെറുപ്പോടെ നോക്കി. എങ്കിലും ഒന്നും പറയാനുള്ള ധൈര്യം അവർക്ക് ആർക്കും ഉണ്ടായില്ല. വനജ സാരിത്തുമ്പുകൊണ്ട് അവരുടെ അടികൊണ്ട് വീർത്ത കവിൾ പൊതിഞ്ഞു പിടിച്ച് അവരുടെ കാറിൽ കയറിപ്പോയി. മാധവനും മൈത്രേയനും വളരെയധികം അസ്വസ്ഥരായിരുന്നു. അന്ന് അർജുനെ പൂർണ്ണമായി നാണം കെടുത്താനുള്ള പ്ലാനുമായി വന്നതായിരുന്നു അവർ. അത് നടക്കാത്തതിന്റെ ബുദ്ധിമുട്ട് ഇരുവർക്കും ഉണ്ടായിരുന്നു. വനജ പോയത് കണ്ടതും അവർക്കും അവിടെ നിൽക്കാൻ തോന്നിയില്ല. രണ്ടാളും അവരുടെ കാറിൽ കയറിപ്പോയി. എന്താ ഇവിടെ നടക്കുന്നത് ചേട്ടാ? ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആ അർജുനെ ഇന്ന് ഇവിടെ നിന്ന് പുറത്താക്കാനും പ്രയാഗയും വിവേകും തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കാനും
കണക്ക് കൂട്ടിയല്ലേ നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വന്നത് തന്നെ. എന്നിട്ട് അവിടെ നടന്നത് എന്താ? മാധവൻ നിരാശയോടെ പറഞ്ഞു. അല്ല, ആ അർജുന എങ്ങനെയാ ഗായത്രിയെ പരിചയം? എന്തായാലും വല്ലാത്ത അതിശയമായിപ്പോയി. മൈത്രേയനും പറഞ്ഞു. അവനല്ലെങ്കിലും എപ്പോഴും പെണ്ണുങ്ങളെ ആശ്രയിച്ചല്ലേ ജീവിക്കുന്നത്. മാധവൻ അവജ്ഞയോടെ പറഞ്ഞു. എത്ര നാൾ ഗായത്രി അവനെ കൂടെ നിർത്തുമെന്ന് കാണണം. ആ വിവേകിന്റെ ബ്ലഡ് തന്നെയല്ലേ. പെട്ടെന്ന് തന്നെ അവൾ അവനെ കളഞ്ഞു പോയിക്കൊള്ളും. അന്നേരം നമുക്ക് അവനെ നമ്മുടെ കയ്യിൽ കിട്ടും. മൈത്രേയൻ ദേഷ്യത്തോടെ പറഞ്ഞു. അത് ശരിയാ ചേട്ടാ. അവൻ എത്ര തവണയായി നമ്മളിങ്ങനെ നാണം കെടുത്തുന്നു. അവന് തിരിച്ചെന്തെങ്കിലും ഒരു പണി കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് തന്നെയാ അതിന്റെ ചീത്തപ്പേര്. മാധവൻ പകയോടെ പറഞ്ഞു. അർജുൻ അയാളെ മുട്ടുകാലിൽ നിർത്തി മാപ്പ് പറയിച്ചതടക്കം അയാളുടെ മനസ്സിലൂടെ പലതും വന്നുപോയി. ടെൻഷൻ ആവണ്ട മാധവ. ഒരു തവണ, ഒരേ ഒരു തവണ ആ ആനന്ദിനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒന്ന് മാറ്റി കിട്ടിയാൽ മതി. ആ നിമിഷം പ്രയാഗിയെ ചീഫ് ഡിസൈനർ സ്ഥാനത്ത് നിന്ന് ഞാൻ തെറിപ്പിക്കും. അതോടൊപ്പം മഹാദേവന്റെ ഫാക്ടറിയും ഞാൻ അടച്ചു പൂട്ടിക്കും, മൈത്രേയൻ പറഞ്ഞു. ആ കുടുംബത്തിനെ നശിപ്പിച്ചതിന് ശേഷം അർജുനെ ഞാൻ കൊല്ലും. മാധവൻ ദേഷ്യം കൊണ്ട് പല്ലുകടിച്ചു. അത്രയേറെ അപമാനം സഹിച്ചവർക്ക് അർജുനോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്താൽ മതി എന്നായി. പ്രയാഗിയും കുടുംബവും തറവാട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു. മഹാദേവനും രേണുകയും തങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തകർന്ന വിഷമത്തിലാണ്. അതിന്റെ ദേഷ്യം മൊത്തം അവർക്ക് പ്രയാഗിയോടുണ്ടായിരുന്നു. അർജുന് ഗായത്രിയുമായി നല്ല ബന്ധം തന്നെയാ ഉള്ളത്. ഗായത്രി പറഞ്ഞത് അവൻ അവളുടെ കമ്പനിയുടെ ജനറൽ മാനേജർ ആണെന്നാണല്ലോ. അപ്പോൾ അർജുൻ അവളോടൊപ്പം ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? അവൾക്ക് അർജുനോട് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അർജുൻ, നീ ഗായത്രിയുടെ കമ്പനിയിൽ ജനറൽ മാനേജറായി ജോലിക്ക് പോകുന്നുണ്ടോ? നേരത്തെ നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. പ്രയാഗ അവളുടെ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് ചോദിച്ചു. അർജുൻ അവളെ നോക്കി ചിരിച്ചു. അവൾക്ക് എന്നെ അവളുടെ കമ്പനിയുടെ ജനറൽ മാനേജറായി വേണമായിരിക്കും. പക്ഷേ എനിക്ക് അവളുടെ ആ ജോലി വേണ്ട. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ സംശയത്തോടെ അർജുനെ നോക്കി. സത്യമായും പ്രയാഗ, എനിക്ക് അവളുമായി ഒരു ബന്ധവുമില്ല, അർജുൻ ഗൗരവത്തോടെ പറഞ്ഞു. പ്രയാഗയ്ക്ക് അർജുന്റെ മറുപടി അത്ര തൃപ്തികരമായി തോന്നിയില്ല. അവൾ ദേഷ്യത്തോടെ പല്ല് കടിച്ചു. നീ ഒരു കള്ളനാണ്, ഒന്നും തെളിച്ചു പറയില്ല. അവൾ അതും പറഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് മാറിയിരുന്നു. ശരിക്കും അവളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഒരേ സമയം ദേഷ്യവും വിഷമവും ഒക്കെ ഒന്നിച്ചവൾക്ക് തോന്നി. ഈ അർജുന് ഞാനൊരു മണ്ടിയാണെന്ന് തോന്നുന്നുണ്ടോ? അതാണോ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു പെണ്ണിന്റെ കണ്ണിൽ നോക്കിയാൽ മനസ്സിലാവില്ലേ അവളുടെ ഉള്ളിലെ ഇഷ്ടം. ഇനി അവൻ ഗായത്രിയുമായി ബന്ധമൊന്നുമില്ലെന്ന് കള്ളം പറഞ്ഞതാവുമോ? അവൻ എന്റെ കയ്യിൽ പിടിച്ചതും വെറുതെ ആവുമോ? പ്രയാഗ സ്വയം എന്തൊക്കെയോ ചിന്തിച്ചുകൂട്ടി. മഹാദേവനും രേണുകയും പ്രയാഗയുടെ പെരുമാറ്റത്തിൽ പകച്ചിരുന്നു. പ്രയാഗ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല, അർജുൻ സമാധാനത്തോടെ പറഞ്ഞു. വേണ്ട, എന്നോട് നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. പ്രയാഗ അത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും വേഗത്തിൽ ഇറങ്ങിപ്പോയി. ഞാൻ അവനെ തെറ്റിദ്ധരിച്ചോ? അല്ല, ഞാൻ എന്തിനാ ഈ കാര്യം മാത്രം ഇങ്ങനെ ആലോചിക്കുന്നത്? എന്നാലും അവൻ അങ്ങനെ പറയാൻ പാടുണ്ടോ? മനസാക്ഷി എന്നൊന്നുണ്ടോ അവന്? ഞാൻ ഇങ്ങനെ പിണങ്ങിയൊക്കെ പോകുമ്പോൾ അവനൊന്ന് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചുകൂടെ? പ്രയാഗ അവളോട് തന്നെ ഇങ്ങനെയൊക്കെ സ്വയം പറഞ്ഞുകൊണ്ട് പോയി. അർജുൻ നിസ്സഹായനായി അവൾ പോകുന്നത് നോക്കി നിന്നു. അവൻ അറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന്. അവൻ പതിയെ റോഡിലൂടെ ഇറങ്ങി നടന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ളൊരു കടയിൽ നിന്ന് തന്നെ നിരീക്ഷിക്കുന്ന പരിചയമുള്ളൊരു മുഖം അവൻ കണ്ടു. അയാൾ കടയിൽ നിന്ന് സിഗരറ്റ് വാങ്ങുകയാണ്. അയാളുടെ അടുത്തെത്തിയതും അവന്റെ കൈ അയാളുടെ തോളിലേക്ക് വെച്ചു. ഹായ് ബാലാജി, അവൻ പറഞ്ഞു. ഹായ് അർജുൻ സാർ, ഞാനൊരു സിഗരറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ വണ്ടി നിർത്തിയതാണ്. നിങ്ങൾക്ക് സിഗരറ്റ് വേണോ? അയാൾ അവനോട് ചോദിച്ചു. അവൻ വേണമെന്ന് സമ്മതിച്ചു. ബാലാജി ഒരു സിഗരറ്റ് അവന്റെ കയ്യിലേക്ക് എറിഞ്ഞുകൊടുത്തു. അവൻ പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്തു. അപ്പോൾ ഗായത്രിയുടെ പിങ്ക് കളർ കാർ അവിടെ വന്നു നിന്നു. അവൾ ബാക്ക് സീറ്റിൽ ഇരിക്കുകയായിരുന്നു. അർജുനെ കണ്ടപ്പോൾ അവൾ മുഖത്തിരുന്ന സൺഗ്ലാസ് ഊരി മാറ്റി അവരെ നോക്കി ചിരിച്ചു. അർജുൻ അപ്പോഴേക്കും സിഗരറ്റ് വലിച്ചു തുടങ്ങി. എന്താ അർജുൻ, താൻ ഇവിടെ എന്ത് ചെയ്യുക? എന്റെ കൂടെ വരുന്നോ? ഒരു കപ്പ് കോഫി കുടിക്കാം, ഗായത്രി ചോദിച്ചു. അവൻ അവളെ നോക്കി. അവന് വേണ്ട എന്ന് പറയണം എന്നുണ്ടെങ്കിലും ഇന്ന് അവൾ തനിക്കായി ചെയ്ത സഹായങ്ങൾ ഓർക്കെ അവൻ ആ ക്ഷണം നിരസിക്കാൻ കഴിഞ്ഞില്ല. അവൻ അവൾക്കൊപ്പം കാറിൽ കയറിയിരുന്നു. അത് കണ്ടതും ഗായത്രിയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. കൂടെ നിന്ന ബാലാജി ആ കാറിൽ കയറിയതും അവർ കാർ സ്റ്റാർട്ട് ചെയ്തു. ബാലാജി, ഇവിടെയുള്ള ഏറ്റവും നല്ലൊരു കോഫി ഷോപ്പിലേക്ക് തന്നെ പോകാം, അവൾ അർജുൻ കയറിയതിന്റെ സന്തോഷത്തിൽ പറഞ്ഞു. അർജുൻ, ഇതൊന്ന് നോക്കാമോ? അവൾ അവനോട് ചോദിച്ചു. എന്താ ഇത്?
അവളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് എഗ്രിമെന്റ് പേപ്പേഴ്സ് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഇതൊക്കെ എഗ്രിമെന്റ് പേപ്പേഴ്സ് ആണ്. അവൾ അത് പറഞ്ഞപ്പോൾ അർജുൻ അത് വാങ്ങി നോക്കി. അവന്റെ ജോലിയുടെ ഡീറ്റെയിൽസ് ആയിരുന്നു അതിൽ. ഞാൻ മുൻപേ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് നിന്റെ കമ്പനിയിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന്, അർജുൻ പറഞ്ഞു. എന്തുകൊണ്ട് പറ്റില്ല? എത്ര തവണയാണ് ഞാൻ നിന്നെ സഹായിക്കുന്നത്. ഞാൻ നിനക്ക് ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല ജോലി തന്നെയാണ് തന്നിരിക്കുന്നത്. ഇതിൽ കൂടുതൽ നിനക്ക് എന്താ വേണ്ടത്? അർജുനോട് അവൾ ദേഷ്യത്തിൽ ചോദിച്ചു. ഞാൻ കൊടുത്ത ഇത്രയും നല്ലൊരു ഓഫർ വേണ്ടെന്ന് വെച്ചിട്ട് ഇവൻ വീണ്ടും ശ്രാവണ ഗ്രൂപ്പിൽ അസിസ്റ്റന്റ് ജോലിക്ക് പോകുമോ? അവൾ അവനെ നോക്കി ആലോചിച്ചിരുന്നു. നോക്ക് ഗായത്രി, എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ എന്നെ നിർബന്ധിക്കാൻ ആർക്കും അധികാരമില്ല. അർജുൻ അത്രയും പറഞ്ഞുകൊണ്ട് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. നീ ഒഴിഞ്ഞു മാറുകയാണോ? എങ്കിൽ നമുക്ക് കാണാം എത്ര കാലം ഇത് നീണ്ടു നിൽക്കുമെന്ന്. ഞാൻ എത്ര തവണ നിന്നെ സഹായിച്ചു. ഒരിക്കലെങ്കിലും നിനക്ക് അതിന്റെ നന്ദി കാണിച്ചുകൂടെ? അവൾ തമാശ രൂപേണ അവനോട് ചോദിച്ചു. അല്ലെങ്കിലും നീ ഒരു തന്റേടിയായ പെണ്ണല്ലേ. നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്റെ സഹായമൊന്നും നിനക്ക് ആവശ്യമില്ലല്ലോ. എല്ലാം നീ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യില്ലേ? പിന്നെ നന്ദിയുടെ കാര്യം, ഇപ്പോൾ ഞാൻ നിന്റെ കൂടെ കോഫി കുടിക്കാൻ വേണ്ടി വരുന്നത് തന്നെ നീ എന്നോട് ചെയ്തതിന്റെ നന്ദിയാണെന്ന് കൂട്ടിക്കോ, അർജുൻ ഒരു ചിരിയോടെ പറഞ്ഞു. ചായ കുടിക്കാൻ വന്നതൊന്നും ഞാൻ ആ കണക്കിൽ കൂട്ടില്ല, അവൾ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറഞ്ഞു വരുന്നത്? അർജുൻ ചോദിച്ചു. ഈ അഗ്രിമെന്റ് സൈൻ ചെയ്ത് നീ എന്റെ കൂടെ ജോലി ചെയ്താൽ മാത്രം മതി, ഗായത്രി ഉറപ്പോടെ പറഞ്ഞു. അപ്പോൾ അർജുൻ അവളെ ഗൗരവത്തോടെ നോക്കി. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. പിന്നെ ഒരേ കാര്യം വീണ്ടും വീണ്ടും പറയുന്നത് എനിക്കിഷ്ടമല്ല, അർജുൻ വ്യക്തമായി അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഗായത്രി അവനെ ദേഷ്യത്തോടെ നോക്കി. താൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ സമ്മതിക്കാത്തത് അവളിൽ വളരെയധികം ദേഷ്യമുളവാക്കി. അടുത്ത തവണ നിന്നെ രക്ഷിക്കാൻ ഞാൻ വരത്തില്ല. നിനക്ക് എന്ത് സംഭവിച്ചാലും ഞാനത് ചിരിയോടെ നോക്കി നിൽക്കുക മാത്രമേ ഉള്ളൂ, നോക്കിക്കോ, അതും പറഞ്ഞവൾ മുഖം തിരിച്ചു. അർജുന് അത് കണ്ടതും ചിരി വന്നു. പക്ഷേ അവൻ സ്വയം നിയന്ത്രിച്ചു നിന്നു. കൃത്യം അതേ സമയം തന്നെ മറ്റൊരു കാർ അവരുടെ കാറിനെ പാസ് ചെയ്തു പോയി. പ്രയാഗയും അവളുടെ കുടുംബവുമായിരുന്നു അത്. അവർ ഗായത്രിയെയും അർജുനെയും വ്യക്തമായി കണ്ടു. അർജുൻ മറുവശത്തെ ഇരുന്നതിനാൽ അവൻ അവരെ കണ്ടില്ല. പക്ഷെ ഗായത്രി അവരെ കണ്ടു. അവൾ പ്രയാഗയെ നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. അവളുടെ ആ ചിരി കണ്ടതും പ്രയാഗയുടെ ദേഷ്യം ഉച്ചസ്ഥായിയിലായി. അവൾ സ്വയം ദേഷ്യം കടിച്ചമർത്തിയിരുന്നു. പ്രയാഗെ, അത് അർജുനല്ലേ? അവനെന്തിനാ ആ പെണ്ണിന്റെ കൂടെ പോകുന്നത്? രേണുക മറ്റെന്തോ പറയാൻ വന്നിട്ട് പ്രയാഗയുടെ മുഖം കണ്ടപ്പോൾ പറയാൻ വന്നത് വിഴുങ്ങി. പ്രയാഗയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. ആ കാറെങ്ങാനും നിർത്തിയാൽ അവരെ രണ്ടിനെയും അവൾ ഇടിച്ചു തെറിപ്പിച്ചേനെ. ഇവളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ആ നോട്ടത്തിന്റെ അർത്ഥമെന്താ? ഞാനാണ് അർജുന്റെ ഭാര്യ, അത് ഇവൾക്ക് അറിഞ്ഞുകൂടെ? ഇനി ശരിക്കും അർജുനും ഗായത്രിയും തമ്മിൽ എന്തെങ്കിലും? പ്രയാഗ അങ്ങനെ സ്വയം ഓരോന്ന് ആലോചിച്ചു കൂട്ടി. ആ ഗായത്രി അർജുന്റെ കൂടെ എന്ത് ചെയ്യുകയാകും? മഹാദേവൻ സംശയത്തോടെ ചോദിച്ചു. രേണുകയുടെയും മഹാദേവന്റെയും മനസ്സിൽ മറ്റൊരു ചിന്തയായിരുന്നു. എന്തിന് അവരായി അർജുനെ അവിടെ നിന്നും പറഞ്ഞുവിടണം? അവനും ഗായത്രിയും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ചാൽ പ്രയാഗ തന്നെ അവനെ ചവിട്ടി പുറത്താക്കിക്കൊള്ളും. പക്ഷേ അതിന് ധൃതി കൂട്ടാൻ പാടില്ല. പതിയെ സാവധാനം മതി. അത് അതിന്റെ വഴിക്കങ്ങ് നടന്നോളും. അർജുനും ഗായത്രിയും തമ്മിൽ നല്ല ബന്ധത്തിലാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അവൻ പ്രയാഗയുമായുള്ള ഡിവോഴ്സിന് സമ്മതിക്കാത്തത്? മഹാദേവൻ സംശയത്തോടെ ചോദിച്ചു. അത് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. അവന് അവളെയും ഇവളെയും വിട്ടുകളയാൻ വയ്യ. അവനെ എപ്പോഴും ആരെങ്കിലും ആശ്രയിച്ചു വേണ്ടേ ജീവിക്കാൻ? അത് മാത്രമല്ല, അവനെ കാണാനും വലിയ തരക്കേടില്ലല്ലോ. ആ പെണ്ണിന് അതാവും അവനെ ഇഷ്ടമായത്. ചിലപ്പോൾ താമസവും രണ്ടാളും ഒന്നിച്ചാവും. അവന് പ്രയാഗയ്ക്കൊപ്പം ജീവിക്കുകയും വേണം, ആ ഗായത്രിയെ കളയാനും വയ്യ. ഇങ്ങനെ രണ്ടു വള്ളത്തിൽ കാലിടുന്ന പലരെയും എനിക്കറിയാം, രേണുക പറഞ്ഞു. അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? പ്രയാഗ ദേഷ്യത്തിൽ അലറി. ഒന്നാമതേ അവൾ ആകെ ദേഷ്യത്തിലാണ്, കൂടെ മനസ്സിൽ അർജുനെ കുറിച്ചുള്ള സംശയവും. രേണുകെ, നീ പറഞ്ഞത് ശരിയാണ്. അവൻ മറ്റൊരു പെൺകുട്ടിയുമായി അടുത്ത് അവളെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. എത്രയും വേഗം നമ്മളുടെ മോളെ അവന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കണം. ഞാൻ ഉടനെ തന്നെ ഒരു വക്കീലിനെ കണ്ട് കേസ് കൊടുക്കാം, മഹാദേവൻ പറഞ്ഞു. അയ്യോ, മണ്ടത്തരം കാണിക്കല്ലേ. അവനെ ഇങ്ങോട്ടും പറഞ്ഞയക്കണ്ട. അവൻ നമ്മുടെ കൂടെ തന്നെ വേണം. പ്രയാഗെ, 2 ദിവസത്തിനുള്ളിൽ അവനെ നീ വീട്ടിലേക്ക് ഡിന്നറിന് ക്ഷണിക്കണം. അത് മാത്രമല്ല, ഇനി മുതൽ നമ്മുടെ വീട്ടിൽ തന്നെ അവനോട് താമസിക്കാനും പറയണം, രേണുക തന്ത്രത്തോടെ പറഞ്ഞു. പ്രയാഗയും മഹാദേവനും അവരെ ആകമാനം ഒന്ന് നോക്കി. അമ്മ അർജുനെ എന്റെ ജീവിതത്തിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കാൻ കാത്തിരുന്ന ആളാണ്. പിന്നെയും എന്തിനാ അവനെ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞത്? പ്രയാഗ ഈ കാര്യം മനസ്സിൽ ചോദിച്ചുകൊണ്ടിരുന്നു.
നീ എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല, മഹാദേവൻ ചോദിച്ചു. അവൻ ആ ഗായത്രിക്കൊപ്പമാണെങ്കിലും അർജുന് പ്രയാഗയെ വലിയ ഇഷ്ടമാണ്. അവന്റെ മനസ്സിൽ നിന്നും ഇവളെ കളയാൻ അവൻ തയ്യാറല്ല. ഗായത്രിയുമായുള്ള ബന്ധം കൊണ്ട് നേട്ടം മാത്രമേ അവനുള്ളൂ. കാറുകളും വില്ലകളും ഒക്കെ അവന് കിട്ടുന്നത് ഇതുകൊണ്ടാ. അപ്പോ അവനെ നമ്മുടെ കൂടെ നിർത്തിയാൽ അവന്റെ സമ്പാദ്യമെല്ലാം നമുക്ക് സ്വന്തമാക്കാം. പിന്നെ വിവേക് ഇവളെ കെട്ടാൻ വരുമ്പോ നമുക്ക് അവനെ ഒഴിവാക്കാം, രേണുക അവരോട് പറഞ്ഞു. അമ്മ എന്തൊക്കെയായി പറയുന്നത്? പ്രയാഗ ദേഷ്യത്തോടെ ചോദിച്ചു. അവളുടെ അമ്മ പൂർണ്ണമായും പണത്തിന് അടിമപ്പെട്ടു പോയി എന്ന് അവൾക്ക് മനസ്സിലായി. അവന് നിന്നെ ചതിക്കാമെങ്കിൽ നമുക്കും അതുപോലെ തിരിച്ചു ചെയ്യാം. നീ അവനെ വിളിക്കില്ല എങ്കിൽ നിന്റെ അച്ഛൻ വിളിക്കും. അദ്ദേഹം വിളിച്ചാലും അവൻ വേഗം വരും, രേണുക പറഞ്ഞു. അവരുടെ സംസാരം കേട്ട് പ്രയാഗയുടെ സകല നിയന്ത്രണവും വിട്ടുപോകുമെന്ന അവസ്ഥയിലായി. അധ്യായം 39. അർജുനും ഗായത്രിയും സഞ്ചരിച്ച കാർ ഒരു റെസ്റ്റോറന്റിന് മുന്നിൽ നിർത്തി. റെസ്റ്റോറന്റ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അതിനെ ഒരു കൊട്ടാരം എന്ന് പറയുന്നതാണ്. അത്രയും മനോഹരമായിരുന്നു അവിടം. അർജുൻ കാറിൽ നിന്നും പുറത്തിറങ്ങി ആ റെസ്റ്റോറന്റ് ആകമാനം നിരീക്ഷിച്ചു. ആ റെസ്റ്റോറന്റ് മുഴുവനും റോസാപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അതിന് ചുറ്റുമായി നിറയെ റോസാ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, റെസ്റ്റോറന്റ് നിറം പോലും പിങ്കാണ്. ഈ റെസ്റ്റോറന്റ് നിന്റെയാണോ? അർജുൻ പുഞ്ചിരിയോടെ ചോദിച്ചു. ആ, ഞാൻ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ആദ്യമായി കിട്ടിയ പണം കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചതാണ് ഇത്, ഗായത്രി അകത്തേക്ക് നടക്കവേ പറഞ്ഞു. അർജുനും അവൾക്ക് പിന്നാലെ അകത്തേക്ക് പോയി. അകത്ത് ഒരേ വേഷമണിഞ്ഞ ഒരുപാട് ജോലിക്കാർ ഉണ്ടായിരുന്നു. ആ റെസ്റ്റോറന്റിന് ഉൾവശം വളരെ വൃത്തിയും വെടുപ്പുമുള്ളതായിരുന്നു. അവിടെ ആകെ റോസാപ്പൂവിന്റെ മനം മയക്കുന്ന മണം നിറഞ്ഞു നിന്നിരുന്നു. ഈ കൊച്ചിന് റോസാപ്പൂവിനോട് ഇത്ര ഇഷ്ടം എന്താണാവോ? അർജുൻ മനസ്സിൽ ചിന്തിച്ചു. ഗായത്രി അർജുനെയും കൂട്ടി 2ാം നിലയിലേക്ക് പോയി. ആദ്യം അർജുന് ഒരു ചെയർ ഓഫർ ചെയ്തു. അതിലിരുന്നു കൊണ്ട് അർജുൻ തനിക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവൾ അർജുനെയും നോക്കിയിരിക്കുകയാണ്. ഇവിടെ വേറെ ആരും വരാറില്ലേ? അവൻ സംശയത്തോടെ ചോദിച്ചു. ഇവിടെ മറ്റാരും വരാറില്ല അർജുൻ, ഇത് എനിക്കായി മാത്രം നിർമ്മിച്ചതാണ്. എനിക്ക് തോന്നുമ്പോൾ ഇവിടെ വരും. അപ്പോൾ എനിക്കിഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാ അത് ഇവിടുത്തെ ഷെഫ് ഉണ്ടാക്കി തരും, അവൾ അഭിമാനത്തോടെ പറഞ്ഞു. അർജുന് അത് കേട്ട് ചിരി വന്നു. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു വെയിറ്റർ വന്നു. മാഡം, എന്താണ് കൊണ്ടുവരേണ്ടത്? അവർ ബഹുമാനത്തോടെ ചോദിച്ചു. ഞാൻ വരുമ്പോൾ സ്ഥിരമായി എന്താണോ കൊണ്ടുവരുന്നത് അത് മതി, ഗായത്രി പറഞ്ഞു. ആ വെയിറ്റർ അർജുനെ അടിമുടിയൊന്ന് നോക്കി. മാഡം ഇതിനു മുമ്പ് ആരെയും ഇവിടെ കൊണ്ടുവന്നിട്ടില്ലല്ലോ, പക്ഷെ ഇപ്പോ ഇയാളെ കൊണ്ടുവന്നിരിക്കുന്നു. ഇനി ഇതാവോ മാഡത്തിന്റെ ബോയ് ഫ്രണ്ട്? പക്ഷെ കാഴ്ചക്ക് മാഡത്തിന്റെ സ്റ്റാറ്റസിന് ചേർന്ന ആളല്ലല്ലോ. സെർവന്റ് അതും ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. എന്റെ ഈ റെസ്റ്റോറന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവൾ ചോദിച്ചു. എനിക്കറിയാം, അർജുൻ ചെറു ചിരിയോടെ പറഞ്ഞു. എങ്ങനെ അറിയാം? തിളങ്ങുന്ന കണ്ണുകളോടെ അവൾ ചോദിച്ചു. പക്ഷെ അവൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. നീ കള്ളം പറയുകയാണ്, നിനക്കറിയില്ല. ശരി, ഞാൻ തന്നെ പറയാം. പണ്ട് മുതലേ രാജാക്കന്മാരുടെ കഥകൾ കേൾക്കാൻ എനിക്കിഷ്ടമാണ്. പുസ്തകങ്ങളിൽ നിന്നും വായിച്ചറിഞ്ഞ അത്തരം കഥകളിലൊക്കെ അവർക്ക് അവരുടെ ഓരോ ആവശ്യങ്ങൾക്കായി ഓരോ ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു. ബോറടിക്കുമ്പോൾ റിലാക്സ് ആയി ഇരിക്കാൻ ഒരു കെട്ടിടം, ഏകാന്തത വേണമെന്ന് തോന്നുമ്പോൾ മറ്റൊരു കെട്ടിടം, രാജ്ഞിക്കായി മാത്രം ഒന്ന്. അവളുടെ അനുവാദമില്ലാതെ രാജാവിന് പോലും അവിടെ വരാൻ സാധിക്കില്ല. അങ്ങനെ അങ്ങനെ പലതും. അതുപോലെ തന്നെ എനിക്കും ഒന്ന് വേണമെന്ന് പണ്ട് മുതലേ എന്റെ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഈ ബിൽഡിംഗ് എന്റെ ഇഷ്ടത്തിന് നിർമ്മിച്ചത്. എന്റെ മനസ്സ് അസ്വസ്ഥമാകുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കണമെന്ന് തോന്നുമ്പോഴോ ഒക്കെ ഞാൻ ഇവിടെ വരും. ഇവിടുത്തെ എംപ്ലോയീസ് അല്ലാതെ ആരും ഇവിടെ ഉണ്ടാവില്ല. എന്തോ ഇത് എന്റെ മാത്രമായിരിക്കണമെന്ന ഒരു തോന്നലുള്ളത് കൊണ്ടാവാം. എന്റെ ഫാമിലി മെമ്പേഴ്സിനെയോ ഫ്രണ്ട്സിനെയോ അങ്ങനെ ആരെയും ഞാൻ ഇങ്ങോട്ട് കൂട്ടാറില്ല. ഇവിടെ വരുന്ന ആദ്യത്തെ ഗസ്റ്റ് അത് നീയാണ് അർജുൻ. ഗായത്രി ഒരു മുത്തശ്ശി കഥ പറയും പോലെ ഒഴുക്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അർജുൻ പതിയെ ചുമച്ചു. അവൾ പെട്ടെന്ന് സംസാരം നിർത്തിയിട്ട് അവനെ ദേഷ്യത്തോടെ നോക്കി. നീ എന്തിനാ ഇപ്പൊ ചുമച്ചത്? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. അർജുൻ ഒന്നും മിണ്ടാതെ നിന്നു. അപ്പോഴേക്കും 2 വെയിറ്റർമാർ അങ്ങോട്ട് വന്നു. അവരുടെ കയ്യിൽ സിൽവർ പ്ലേറ്റിൽ പിങ്ക് തുണി കൊണ്ട് പൊതിഞ്ഞ എന്തോ ഒന്നുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ എന്ത് തന്നെയായാലും അതിന്റെ ഗന്ധം അസാധ്യമായിരുന്നു. സെർവന്റ് അവർക്ക് മുന്നിലേക്ക് ആ 2 പ്ലേറ്റുകൾ കൊണ്ടുവച്ചു. ഗായത്രി അതിനെക്കുറിച്ച് എന്തോ പറയാൻ വന്നതും പെട്ടെന്ന് അർജുന്റെ ഫോൺ റിംഗ് ചെയ്തു. അർജുൻ ഗായത്രിയെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ ആ കോൾ അറ്റൻഡ് ചെയ്തു. ഗായത്രി അവനെ ദേഷ്യത്തോടെ നോക്കി. അർജുൻ അത് കണ്ടെങ്കിലും കാര്യമാക്കിയില്ല.
ഷൺമുഖന്റെ കോളായിരുന്നു അത്. സാർ പറഞ്ഞതുപോലെ വിവേകിനെ അല്പനേരം തടഞ്ഞു നിർത്തിയ ശേഷം വിട്ടയച്ചു. ഡെറിക്കിനോട് അവനെ ഫോളോ ചെയ്യാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവനിപ്പോ വൃന്ദാവൻ കോളനിയിലേക്ക് പോവുകയാണ്. ഞാൻ ഇത് അറിയിക്കാനാണ് വിളിച്ചത്, ഷൺമുഖൻ പറഞ്ഞു. ഓക്കെ, ഡെറിക് അവന്റെ പുറകെ തന്നെ പോട്ടെ, ബാക്കി ഞാൻ ചെന്ന് ഡീൽ ചെയ്തോളാം. അവൻ അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് ഇരുന്നിടത്തു നിന്ന് എണീറ്റു. സോറി ഗായത്രി, എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകാനുണ്ട്. അവൻ അവിടെ നിന്നും പോകാൻ തുടങ്ങി. എന്തിനാ ഇത്ര ധൃതി? അവൾ അർജുനെ തടഞ്ഞു നിർത്തി. വളരെ അത്യാവശ്യമായ കാര്യമാണ്, എനിക്ക് പോണം, അവൻ അക്ഷമയോടെ പറഞ്ഞു. നീ എനിക്ക് വാക്ക് തന്നതാ എന്റെ കൂടെ കോഫി കുടിക്കാമെന്ന്. പിന്നെ എങ്ങനെയാണ് നിനക്ക് അത് പാതി വഴിയിൽ ഇട്ടിട്ട് പോവാൻ തോന്നുന്നത്? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. അത് കേട്ട് അവൻ ആ കോൾ വന്നതിനിടയിൽ വെയിറ്റർ കൊണ്ടുവച്ച കോഫിയിൽ നിന്നും ഒരെണ്ണം എടുത്ത് വേഗം കുടിച്ചു തീർത്തു. ദേ, ഞാൻ എന്റെ കോഫി കുടിച്ചു, ഇനി എനിക്ക് പോവാലോ അല്ലേ? പിന്നെ അവളുടെ ഒരു മറുപടിക്കായി കാത്തു നിൽക്കാതെ അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവന്റെ പെരുമാറ്റം അവളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അവൾക്ക് വല്ലാത്ത നാണക്കേട് തോന്നി. അർജുൻ പുറത്തേക്ക് വന്ന ശേഷം അവന് വൃന്ദാവൻ കോളനിയിലേക്ക് പോവാൻ ഒരു ടാക്സി വിളിച്ച് അതിൽ കയറിപ്പോയി. ഗായത്രി അവന് പിറകെ ദേഷ്യത്തോടെ ഓടി വന്നിരുന്നു. ഞാൻ എത്ര തവണ അവന്റെ പിന്നാലെ പോയാലും അവൻ എന്നെ ഇതുപോലെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? അവൾ ദേഷ്യം ചുണ്ടിൽ കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. അവളുടെ കയ്യിലുള്ള ഗിഫ്റ്റ് ബോക്സ് ഞെരിഞ്ഞമർന്നു. അർജുനെ വിളിച്ചുകൊണ്ടുവന്ന് കോഫി കുടിച്ചതിന് ശേഷം അവന് സർപ്രൈസായി കൊടുക്കാൻ തയ്യാറാക്കി വെച്ചതാണ് ആ ഗിഫ്റ്റ് ബോക്സ്. അതിനുള്ളിൽ ഒരു സ്പോർട്സ് കാറിന്റെ കീയും ഒരു വില കൂടിയ വാച്ചും അവൾ കരുതി വെച്ചിരുന്നു. ഇവൻ എന്തിനാ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്? എനിക്ക് അവനെ എന്റെ വഴിയിൽ കൊണ്ടുവരാൻ കഴിയില്ലേ? ഞാൻ ആഗ്രഹിക്കുന്നത് എന്തും എന്റെ കാൽക്കീഴിൽ വരണം, അതെനിക്ക് നിർബന്ധമാണ്. എനിക്ക് കിട്ടിയില്ലെങ്കിൽ അത് വേറെ ആർക്കും കിട്ടില്ല. ഞാൻ അതിന് സമ്മതിക്കില്ല. ആ പ്രയാഗയെക്കാളും എത്രയോ അധികം സുന്ദരിയാണ് ഞാൻ. പിന്നെ എന്താ അവൻ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? ഇല്ല അർജുൻ, നിന്നെ ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് വേണം നിന്നെ, അവൾ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചു. അർജുൻ 20 മിനിറ്റ് കൊണ്ട് വൃന്ദാവൻ കോളനിയിലെത്തി. അവന്റെ കാറിൽ നിന്നിറങ്ങി പ്രയാഗയുടെ വീട്ടിലേക്ക് എത്തി നോക്കി. അവിടെ വിവേകിന്റെ നീല കളർ കാർ അവൻ കണ്ടു. അതിനു ചുറ്റും അവന്റെ ബോഡി ഗാർഡ്സും ഉണ്ടായിരുന്നു. വീടിന്റെ ഗാർഡനിൽ മഹാദേവനും രേണുകയും വിവേകിനോട് ചിരിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. ആന്റി, പ്രയാഗ എന്താ എന്നോടൊന്നും സംസാരിക്കാത്തത്? ഞാൻ വിചാരിച്ചു അവളുമായി ഒന്ന് ഡിന്നറിന് പുറത്തു പോകാമെന്ന്, വിവേക് ചിരിയോടെ പറഞ്ഞു. മഹാദേവനും രേണുകയും അതിശയത്തോടെ പരസ്പരം നോക്കി. വിവേക് അവരെ നോക്കിക്കൊണ്ട് അവന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ ബോക്സ് എടുത്തു. അങ്കിളിനും ആന്റിക്കുള്ള ഒരു ചെറിയ ഗിഫ്റ്റാണിത്, അവൻ അത് അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. രേണുക വേഗം തന്നെ അത് വാങ്ങി തുറന്നു നോക്കി. അതിൽ 2 ഡയമണ്ട് മോതിരങ്ങളായിരുന്നു. വിവേക് അവരെ സ്നേഹം അഭിനയിച്ചുകൊണ്ട് നോക്കി. എടുക്കങ്കിൾ, അത് വിരലിലിടൂ, ഞാൻ കാണട്ടെ, അവൻ പറഞ്ഞു. അത് കണ്ടതും രേണുകയുടെ മുഖം വിടർന്നു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന അത്തരം സമ്മാനങ്ങളൊന്നും അവർ മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. അതും വിവേകിനെ പോലെ ഒരാൾ അവർക്ക് കൊണ്ടുവന്നതാണെന്നോർത്ത് അവർ രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചു. ഈ പയ്യൻ വളരെ നല്ല ആളാണെന്ന് തോന്നുന്നു. അവൻ ഇതുവരെ പ്രയാഗയുമായി ഒന്ന് നേരാവണ്ണം സംസാരിച്ചിട്ട് പോലുമില്ല. എന്നിട്ടും നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് കണ്ടോ? ആ അർജുനേക്കാളും എത്രയോ നല്ലവനാണിവൻ. വിവേക് കേൾക്കാതെ അവർ മഹാദേവനോട് പറഞ്ഞു. മോൻ പ്രയാഗയും കൂട്ടിക്കൊണ്ടു പോയിക്കോ. സിനിമയോ ഡിന്നറോ ഷോപ്പിങ്ങോ അങ്ങനെ എന്തായാലും ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല, രേണുക ആവേശത്തോടെ അവനോട് പറഞ്ഞു. താങ്ക്സ് ആന്റി, ഞാൻ ഇവിടെ വന്നിട്ട് ഒരുപാട് നേരമായി. പ്രയാഗയെ കാത്തിരിക്കുകയാണ്. അവൾ ഇതുവരെ വന്നില്ലല്ലോ. ഇനി അവൾക്ക് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? വാടിയ മുഖവുമായി വിവേക് ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല വിവേക്, അവളൊരു പെൺകുട്ടിയല്ലേ, അതിന്റെ ഒരു നാണമാണ്. അതാ അവൾ മുകളിലത്തെ നിലയിൽ തന്നെ ഇരിക്കുന്നത്, മഹാദേവൻ പറഞ്ഞു. അയാൾക്ക് വിവേകിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. മോൻ വിഷമിക്കല്ലേ, ഞാൻ ചെന്ന് അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അതും പറഞ്ഞ് അവർ അകത്തേക്ക് കയറിപ്പോയി. വിവേക് വന്ന വിവരം പ്രയാഗയോട് അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നുവെങ്കിലും അവൾ മനഃപൂർവ്വം വരാഞ്ഞതാണ്. അർജുനെ പോലുള്ള ഒരാളെ കുറിച്ച് ഓർത്ത് അവൾ ഇപ്പോഴും അസ്വസ്ഥമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവളുടെ മാതാപിതാക്കൾക്ക് മനസ്സിലായില്ല. ഒന്നിനും കൊള്ളാത്ത അവന് പ്രയാഗയെ കിട്ടിയത് തന്നെ വലിയ കാര്യമാണ്. എന്നിട്ടും അവൻ മറ്റൊരു പെണ്ണുമായി കറങ്ങുകയാണ്. അങ്ങനെയുള്ള അവന് വേണ്ടി പ്രയാഗ എന്തിന് സ്വന്തം സന്തോഷങ്ങൾ വേണ്ടെന്ന് വെക്കണം എന്ന ചിന്തയാണ് അവർക്ക്. വിവേക്, ഇവിടെ ഇരുന്നോളൂ, ഞാനിപ്പോൾ വരാം. മഹാദേവനും രേണുകയ്ക്ക് പിന്നാലെ പ്രയാഗയെ സമ്മതിപ്പിക്കാനായി പോയി. ചെന്ന് കൂട്ടിക്കൊണ്ടുവാ. ഇവരെ സമ്മതിപ്പിക്കാൻ വലിയ പണിയൊന്നുമില്ല, കുറച്ച് കാശ് എറിഞ്ഞാൽ മാത്രം മതി. ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും അധികം വൈകാതെ പ്രയാഗ എന്റെ വലയിൽ വീഴും. അവൻ, ആ അർജുൻ,
ഗായത്രിയുടെ സഹായം കൊണ്ട് എന്നെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുകയാണ്. അവന്റെ ഭാര്യയെ സ്വന്തമാക്കിക്കൊണ്ട് അവന്റെ കളി അവസാനിപ്പിക്കും ഞാൻ. ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ മനസ്സിലെ പക അവന്റെ മുഖത്തും തെളിഞ്ഞു വന്നു. അവൻ അവളെ ഇന്നേ വരെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല. അങ്ങനെയുള്ളപ്പോൾ അവന്റെ മുന്നിൽ വെച്ച് അവന്റെ ഭാര്യയെ അനുഭവിക്കുന്നതല്ലേ അവന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ശിക്ഷ. അവൻ മനസ്സിലോർത്തു. അവളെക്കുറിച്ച് ആ തരത്തിൽ ചിന്തിക്കുന്നത് തന്നെ നിനക്ക് ആപത്താണ് വിവേക്. പുറകിൽ നിന്നും ദേഷ്യത്തോടെ ഒരു ശബ്ദം കേട്ടു. അവൻ തിരിഞ്ഞു നോക്കി. അവന് പിന്നിൽ കൈകെട്ടി നിൽക്കുന്ന അർജുനെ കണ്ട് അവൻ ഞെട്ടി. നീയോ? നിനക്കെങ്ങനെ ധൈര്യം വന്നു വീണ്ടും ഇവിടെ വരാൻ? വിവേക് ദേഷ്യത്തോടെ ചോദിച്ചു. അവന് ഓടിച്ചെന്ന് അർജുനെ അടിക്കണമെന്നുണ്ട്. പക്ഷെ അവന്റെ കണ്ണുകളിലെ തീക്ഷ്ണത കണ്ട് വിവേകിന്റെ ധൈര്യമെല്ലാം ചോർന്നു. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അർജുൻ ചോദിച്ചു. ഞാൻ രേണുകാന്റി വിളിച്ചിട്ട് വന്നതാ. അല്ല, നിന്നെ ഇവിടെ നിന്ന് ഒരിക്കൽ അടിച്ചു ഓടിച്ചതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വന്നത്? എന്റെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കാൻ നോക്കുകയാണോ നീ? പക്ഷെ എല്ലാ തവണയും ഗായത്രി വരണമെന്നില്ല നിന്നെ രക്ഷിക്കാൻ. ഇപ്പോൾ നീ ഒറ്റയ്ക്കാണ്. മര്യാദയ്ക്ക് നിന്നാൽ നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ നിന്റെ ജീവിതം ഇവിടെ തീരും. വിവേക് പരിഹാസത്തോടെ അവനോട് പറഞ്ഞു. അപ്പോഴാണ് അവിടെ എത്തിയ രേണുക അർജുനെ കാണുന്നത്. നേരത്തെ ഗായത്രി ഉണ്ടായിരുന്നതിനാൽ അർജുനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ അവന്റെ കൂടെ ഗായത്രി ഇല്ല. അങ്ങനെയെങ്കിൽ വിവേക് അവനെ തീർച്ചയായും ഒരു പാഠം പഠിപ്പിക്കും. വിവേകിന്റെ ശക്തിക്ക് മുന്നിൽ അവൻ ഒന്നുമല്ല എന്നവർ കരുതി. വിവേക് അവന്റെ കയ്യും കാലും തല്ലിയൊടിക്കുന്ന രംഗമോർത്ത് അവർ മനസ്സിൽ ചിരിച്ചു. മോനെ വിവേക്, അവൻ ഇപ്പോഴും ഞങ്ങളുടെ മരുമകനാണ്. അവനെ വേദനിപ്പിക്കരുതേ. നിന്നോട് ചെയ്തതിന് പകരമായി അവൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാ മതി, അവൻ അത് ചെയ്തോളും. അവർ സങ്കടം നടിച്ചുകൊണ്ട് പറഞ്ഞു. വിവേക് അവരെ ഒന്ന് വല്ലാതെ നോക്കി. നീ പറഞ്ഞ അവൻ മാപ്പ് ചോദിക്കും. ഇനി അതല്ല വല്ല നഷ്ടപരിഹാരവുമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അതും അവൻ ചെയ്യും. രേണുക വിവേകിനെ നോക്കി പറഞ്ഞു. അവരുടെ കുടിലമായ ചിരിയിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വിവേകിന് മനസ്സിലായി. അവനും അതേ ചിരിയോടെ അർജുനെ നോക്കി. ഇത്തവണത്തേക്ക് ആന്റി പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടാം. പക്ഷേ ഒരു രാത്രിയും പകലും നീ ഈ വീടിന്റെ ഗേറ്റിന് പുറത്ത് മുട്ടുകാലിൽ നിന്ന് കൈകൾ ഉയർത്തി നിൽക്കണം, അവൻ പറഞ്ഞു. അതുകൊള്ളാം. ഇതൊരു ചെറിയ കാര്യമായതുകൊണ്ട് അവൻ അത് എളുപ്പം ചെയ്യാനും കഴിയും അല്ലെ അർജുൻ? അവർ അർജുനോട് ചോദിച്ചു. അർജുൻ അവരെ ദഹിപ്പിക്കുന്ന പോലെ ഒന്ന് നോക്കി. അവന്റെ നോട്ടത്തിൽ വിവേക് ഭയന്നുപോയി. ആന്റി, അതവന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. അവൻ എന്നെ 3 തവണ അടിച്ചിട്ടുണ്ട് ഇതുവരെ. അതുകൊണ്ട് അവൻ 3 തവണ എന്നോട് മാപ്പ് പറഞ്ഞാൽ മതി. ഇതുവരെ കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം, വിവേക് ഭയം ഉള്ളിൽ ഒളിപ്പിച്ചു പറഞ്ഞു. കണ്ടോ അർജുൻ, അവൻ എത്ര നല്ലവനാണെന്ന് കണ്ടോ? നീ എത്ര ഉപദ്രവിച്ചിട്ടും നാണം കെടുത്തിയിട്ടും അവൻ നിന്നോട് കരുണ കാണിക്കുന്നില്ലേ? ഇനി എന്തിനാ മടിച്ചു നിൽക്കുന്നത്? വേഗം വന്ന് അവന് കൈ കൊടുത്ത് അവനോട് മാപ്പ് പറയും, രേണുക അവനോട് പറഞ്ഞു. അർജുൻ അവരെ രണ്ടുപേരെയും നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. അത് വിവേകിന്റെ ദേഷ്യം ഇരട്ടിപ്പിച്ചു. അത് കണ്ടതും രേണുക ഭയന്നു. വിവേകിന് ദേഷ്യം പിടിച്ച് പ്രയാഗയെ വേണ്ട എന്ന് പറഞ്ഞു പോയാൽ ഇതുവരെ തന്ന സമ്മാനങ്ങളെല്ലാം തിരിച്ചെടുക്കില്ലേ? അവരുടെ ചിന്തകൾ ഈ വിധമായിരുന്നു. എന്താ അർജുൻ, നീ ഇനിയും മാപ്പ് പറയാത്തത്? വേഗം അവനോട് മാപ്പ് പറയും, ഇല്ലെങ്കിൽ അവന്റെ ബോഡി ഗാർഡ്സ് വന്ന് നിന്നെ തല്ലും, അവർ ഭയം നടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ഞാൻ 1 മിനിറ്റ് കൂടി നിനക്ക് സമയം തരും. വന്ന് എന്നോട് മാപ്പ് പറയും, ഇല്ലെങ്കിൽ അടുത്ത നിമിഷം എന്റെ ബോഡി ഗാർഡ്സ് നിന്നെ കൈകാര്യം ചെയ്തോളും, വിവേക് അഹങ്കാരത്തോടെ പറഞ്ഞു. ആണോ? എങ്കിൽ അവന്മാരെ കൂടി ഇങ്ങോട്ട് വിളിക്കേ, ഞാനൊന്ന് കാണട്ടെ, അർജുൻ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. വിവേക് ദേഷ്യത്തോടെ അവനെ നോക്കി. ആ വട്ടുപെണ്ണ് കൂടെ ഇല്ലാഞ്ഞിട്ട് പോലും അവൻ ഇത്രയും ധൈര്യമോ? ഇത് തന്നെയാണ് അവന് ശരിയാക്കാനുള്ള അവസരം. അങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വിവേക് വേഗം അവന്റെ ആൾക്കാരെ ഫോൺ ചെയ്തു. പറഞ്ഞാ കേൾക്കില്ല അല്ലേ? എന്നാൽ ഇനി നീ അനുഭവിച്ചോ, രേണുക അർജുനെ കളിയാക്കി പറഞ്ഞു. ഷേ, ഇവരെന്താ ഫോൺ എടുക്കാത്തത്? വിവേക് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഫോൺ ചെയ്തുകൊണ്ടിരുന്നു. അസ്വസ്ഥതയോടെ ചുറ്റും നോക്കിക്കൊണ്ട് ഫോൺ ചെയ്ത വിവേക് പെട്ടെന്നാണ് ഒരു കാഴ്ച കണ്ടത്. അവന്റെ ബോഡി ഗാർഡ്സിന്റെ ചീഫ് രക്തത്തിൽ കുളിച്ച് അപ്പുറത്തുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നു. എന്താ ഇത്? ഇയാൾക്ക് ഇതെന്ത് പറ്റി? ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നവന്മാരൊക്കെ എവിടെ പോയി? എന്തായിരിക്കും അവിടെ നടന്നത്? ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ. ആലോചിക്കും തോറും വിവേക് ഭയന്നു വിറച്ചു. അവൻ അർജുനെ നോക്കിയതും അർത്ഥം വെച്ചുള്ള ഒരു ചിരിയുമായി അവൻ തന്നെ നോക്കി നിൽക്കുന്നത് വിവേക് കണ്ടു. അധ്യായം 40. ബോഡി ഗാർഡ്സ് ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇവനെ നേരിടും? വിവേകിന്റെ മുഖം മാറി. എന്തുപറ്റി വിവേക്? നിന്റെ ബോഡി ഗാർഡ്സ് ഇല്ലെങ്കിൽ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലേ? അവന്റെ മുഖത്തെ പേടി കണ്ട് അർജുൻ വിവേകിനോട് പരിഹാസത്തോടെ ചോദിച്ചു. നീ ഒരാളെ അല്ലേ വീഴ്ത്തിയുള്ളൂ? ഈ സ്ട്രീറ്റ് മുഴുവൻ എന്റെ ആൾക്കാരുണ്ട്. ഞാൻ വിളിച്ചാൽ ഇവിടെ ഓടിയെത്തും.
അതുകൊണ്ട് മോൻ ഒരുപാടങ്ങ് അഹങ്കരിക്കണ്ട. ഇന്ന് നിന്റെ മരണമാണ്, അത് ഞാൻ ഉറപ്പിച്ചു. വിവേക് അവനോട് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും ആരെയോ ഫോണിൽ വിളിച്ചു. അർജുനെ നോക്കുന്തോറും അവന്റെ ഉള്ളിൽ ഭയം നിറയുന്നുണ്ടായിരുന്നു. അർജുൻ മെല്ലെ അവന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് അവന്റെ കരണത്തിട്ട് ഒന്ന് പൊട്ടിച്ചു. അവന്റെ ഒരൊറ്റ അടിയിൽ വിവേക് തെറിച്ച് നിലത്ത് വീണു. അവന്റെ കണ്ണിൽ കൂടി പൊന്നീച്ച പാറിയിരുന്നു. വിവേക് വേഗം തന്നെ കൈകൊണ്ട് അടി കിട്ടിയ ഭാഗം മറച്ചു പിടിച്ചു. ഗായത്രിയോ അവളുടെ ഗുണ്ടകളോ ഇപ്പോൾ ഇവന്റെ കൂടെ ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ഇവൻ എന്നെ അടിക്കാനുള്ള ധൈര്യം കിട്ടി? അടി കിട്ടിയ പകപ്പിൽ വിവേക് ആലോചിച്ചു. പക്ഷെ തോറ്റു പിന്മാറാൻ അവൻ തയ്യാറായിരുന്നില്ല. നീ ഇന്ന് എന്റെ കൈകൊണ്ട് തീരുവിടാ! വിവേക് ഉറക്കെ അലറിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. അർജുൻ, നിനക്ക് എത്ര ധൈര്യമുണ്ട് വിവേകിനെ ഈ വീടിന്റെ മുന്നിലിട്ട് തല്ലാൻ? നീ ഞങ്ങളെ വീണ്ടും കുഴപ്പത്തിലാക്കുവാണോ? മഹാദേവൻ അകത്തുനിന്ന് ഇറങ്ങി വന്ന് അവനോട് ചോദിച്ചു. വിവേക്, നീ ഞങ്ങളോട് ക്ഷമിക്കണം. അവന് ഭ്രാന്താണ്. അവനു വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് പറയുന്നു, അയാൾ വിവേകിനോട് വിഷമത്തോടെ പറഞ്ഞു. അയാളുടെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് അർജുൻ വിവേകിനെ വീണ്ടും തറയിലിട്ട് ചവിട്ടി. അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വായുവിൽ നിർത്തി. വിവേകിന്റെ കണ്ണിൽ പ്രയാഗയോടുള്ള ആസക്തി ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ അർജുന്റെ കണ്ണിൽ അവനെ കൊല്ലാനുള്ള പകയായിരുന്നു ഉണ്ടായിരുന്നത്. അവന്റെ ദേഷ്യം കൂടുന്തോറും വിവേകിന്റെ കഴുത്തിലെ പിടിയും മുറുകിക്കൊണ്ടിരുന്നു. അവൻ ശ്വാസം കിട്ടാനായി കൈകാലടിച്ച് വായുവിൽ കിടന്ന് പിടഞ്ഞു. അവന്റെ കണ്ണ് തുറിച്ചു വന്നു. മുഖമാകെ ചുവന്നു തുടുത്തു. ശ്വാസമെടുക്കാൻ അവൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പേടിച്ചിട്ട് അവന്റെ പാന്റ് നനഞ്ഞു കുതിർന്നിരുന്നു. 10 സെക്കൻഡ് കൂടെ അങ്ങനെ പിടിച്ചു നിർത്തിയിരുന്നെങ്കിൽ അവൻ അതോടുകൂടെ തീർന്നേനെ. പക്ഷെ അപ്പോഴേക്കും അർജുൻ അവനെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഏകദേശം 10 അടിയോളം ദൂരത്താണ് അവൻ തെറിച്ചു വീണത്. അവനവന്റെ കഴുത്തിൽ പിടിച്ച് ശ്വാസം ആഞ്ഞു വലിച്ചു. അർജുൻ ഗൗരവത്തോടെ അടുത്തേക്ക് ചെന്നു. അവന്റെ വരവ് കണ്ടപ്പോ തന്നെ വിവേക് ഭയന്ന് 2 അടി പിന്നിലേക്ക് മാറി. നിങ്ങൾ വലിയ വീരശൂര പരാക്രമിയാണെന്ന് പറഞ്ഞു നടക്കുന്നവന്റെ കരച്ചില് കണ്ടില്ലേ? ഇനി പറയും നിങ്ങൾ, അവനാണോ ഞാനാണോ ഭീരുവെന്ന്? എന്റെ പ്രയാഗയെ ഒന്ന് നോക്കാൻ പോലും അവൻ യോഗ്യനല്ല. ഇനി അഥവാ അവൻ അത് ചെയ്താൽ പിന്നെ അവൻ ജീവനോടെ ഉണ്ടാവില്ല. അവൻ മഹാദേവനെയും രേണുകയെയും രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ പറയുന്നത് കേട്ട് രേണുകയ്ക്ക് ദേഷ്യം തോന്നുന്നുണ്ട്. പക്ഷെ ഭയം കാരണം അവരത് മറച്ചു പിടിച്ചു. അർജുൻ അവരുടെ അടുത്തു നിന്ന് വിവേകിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ കോളറിൽ പിടിച്ചു വരിച്ച് എണീപ്പിച്ചു. അത് കാണെ മഹാദേവനും രേണുകയ്ക്കും ദേഷ്യവും ഭയവും ഒന്നിച്ചു തോന്നി. ഈ നാശം പിടിച്ചവൻ കാരണം നമുക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇവൻ ഇതെല്ലാം ചെയ്യുന്നത് ആ പെണ്ണിന്റെ സപ്പോർട്ടില്ല. പക്ഷേ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നതോ നമ്മളും. അവർ അർജുൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ട് ഭയത്തോടെ പരസ്പരം പതിയെ പറഞ്ഞു. ഇനിയും പ്രയാഗ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഇവൻ ആ വിവേകിനെ കൊല്ലും. അവനെ സമാധാനിപ്പിച്ചു നിർത്താൻ അവൾക്ക് കഴിയൂ. രേണുക അതും പറഞ്ഞ് വേഗം അകത്തേക്ക് കയറിപ്പോയി. പ്രയാഗ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലാതെ അവിടെ നടന്നതെല്ലാം ബാൽക്കണിയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. നിമിഷ നേരം കൊണ്ട് അർജുൻ വിവേകിനെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് വൃന്ദാവൻ കോളനിയുടെ എൻട്രൻസിന് വെളിയിലിട്ടു. ചുറ്റുമുള്ളവർ അതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. എന്തോന്നാ അയാളുടെ മുഖത്ത് മുറിവൊക്കെ? എന്തു പറ്റി? കാഴ്ച മങ്ങിയൊരു അമ്മാവൻ അവിടെ കൂടി നിന്നവരോട് ചോദിച്ചു. പക്ഷേ ആരും മറുപടിയൊന്നും പറഞ്ഞില്ല. എല്ലാവരും ആ അടി ആസ്വദിച്ചു നിൽക്കുന്നതിന്റെയും ഫോണിൽ വീഡിയോ എടുക്കുന്നതിന്റെയും തിരക്കിലാണ്. അയ്യോ, അത് വിവേക് നായരല്ലേ? കൂട്ടത്തിലെ ഒരു പെണ്ണ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതും കൂടി കേട്ടതും എല്ലാവരും ഫോണെടുത്ത് വീഡിയോ പിടിക്കാൻ തുടങ്ങി. വിവേക് അവനാൽ കഴിയും വിധം അവന്റെ കൈകൊണ്ട് മുഖം മറച്ചു പിടിച്ചു. എന്നിട്ടും ആൾക്കാർ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നത് തുടർന്നു. നാണക്കേട് കൊണ്ട് അവന്റെ മുഖം ആകെ വിളറി. ഇരു കൈയാലും അവൻ മുഖം അമർത്തിപ്പിടിച്ചു. ആഹാ, നീ ഇന്ന് തന്നെ ഫേമസ് ആവുമല്ലോടാ! അർജുൻ അവനെ കളിയാക്കി. അടിയുടെ വേദനയും നാണക്കേടും കാരണം അവന്റെ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണീർ വരുന്നുണ്ടായിരുന്നു. നിന്നെ ഞാൻ കൊല്ലും! ആ വേദനയ്ക്കിടയിലും വിവേക് അർജുനെ കലിയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അർജുൻ അവനെ നോക്കി ക്രൂരമായി പുഞ്ചിരിച്ചു. അതേസമയം ഡെറിക്കും ഗുണ്ടകളും വിവേകിന്റെ ആളുകളെ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് വിവേകിന്റെ അരികിലിട്ടു. എല്ലാവരുടെയും കൈയും കാലും മുഖവും എല്ലാം അടികൊണ്ട് ചതഞ്ഞും ചോരയൊലിച്ചും ഇരിപ്പുണ്ട്. എന്റെ ആളുകളെ തല്ലാൻ നിനക്ക് ആരാടെ അധികാരം തന്നത്? അവൻ ആ വേദനയിലും അർജുനോട് ചോദിച്ചു. ഞാനൊരു വാക്ക് പറഞ്ഞാൽ വേണമെങ്കിൽ അവന്മാർ ഇപ്പോ നിന്റെ ആളുകളെയല്ല നിന്നെ തന്നെ തല്ലും. എന്താ കാണണോ?
അർജുൻ പരിഹാസത്തോടെ ചോദിച്ചു. ഞാൻ ആരാണെന്നും ഏതു കുടുംബത്തിൽ നിന്ന് വന്നതാണെന്ന് അറിഞ്ഞിട്ടും നീ എന്നെ തല്ലി നിന്റെ ധൈര്യം കാണിച്ചില്ലേ? നോക്കിക്കോ, നീ ഇനി സമാധാനമായി ജീവിക്കില്ലടാ, വിവേക് പറഞ്ഞു. ആഹാ, എന്നാ പിന്നെ തരുമ്പോൾ ഇതും കൂടി ചേർത്ത് തന്നാൽ മതി. അർജുൻ അവന്റെ അടുത്തേക്ക് നടന്നു. വിവേക് അവനെ വല്ലാതെ നോക്കി. ആ ഡെറിക്, നീ പറഞ്ഞില്ലേ നിനക്ക് പറ്റിയ വർക്കൊന്നും ഇതുവരെ കിട്ടിയില്ല എന്ന്? ദാ ഇവനെ കൊണ്ടുപോയിക്കോ, എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാ ചെയ്തോ, അർജുൻ ഡെറിക്കിനോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. നിങ്ങളെല്ലാം അവന്റെ വാക്കും കേട്ട് എന്നെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, ഒന്നിനെയും വെറുതെ വിടില്ല ഞാൻ, വിവേക് അവരെ വെല്ലുവിളിച്ചു. അത് കേട്ടതും ഡെറിക് ഓടി വന്ന് അവന്റെ കവിളില് നോക്കി ഒന്ന് പൊട്ടിച്ചു. വിവേകിന്റെ 2 പല്ല് തെറിച്ച് ഡെറിക്കിന്റെ കയ്യിൽ വീണു. ആ, അവൻ ഉറക്കെ നിലവിളിച്ചു. ഡാ, ജീവനുണ്ടെങ്കിൽ നിന്നെയൊന്നും വെറുതെ വിടില്ല ഞാൻ. ഏറ്റവും ക്രൂരമായിട്ടാവും ഞാൻ നിന്നോടൊക്കെ പെരുമാറാൻ പോകുന്നത്. ആ, വായിലെ ചോര തുപ്പിക്കൊണ്ട് അവൻ പറഞ്ഞു. ഡെറിക് അവന്റെ 2 കവിളിലും മാറി മാറി ഇടിച്ചു. നിനക്കൊക്കെ എന്താ വേണ്ടത്? മതിയടാ എന്നെ അടിച്ചത്, വേദന സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ അച്ഛനാരാണെന്നറിയോ? വിശ്വനാഥൻ നായർ, ഈ നാട്ടിലെ തന്നെ വലിയ പ്രമാണിയാ. നിനക്കൊക്കെ എന്താണ് വേണ്ടതെന്ന് പറ, ഞാൻ വിളിച്ചു പറയാം അച്ഛനോട്. പ്ലീസ്, ഇനി എന്നെ തല്ലരുത്. അഹങ്കാരം മാറ്റിവെച്ച വിവേക് അപേക്ഷയുടെ സ്വരത്തിൽ പറഞ്ഞു. പക്ഷെ ഡെറിക്കിന് നിർത്താനുള്ള ഭാവമില്ലായിരുന്നു. ഏകദേശം 10 മിനിറ്റോളം അവനെ നിർത്താതെ തല്ലിക്കൊണ്ടിരുന്നു. പറഞ്ഞത് കേൾക്കാതെ പിന്നെയും പിന്നെ എന്തിനാടാ തല്ലുന്നേ? എന്റെ അച്ഛന്റെ പേര് പറഞ്ഞിട്ടും എന്തിനാ നീ തല്ലുന്നേ? നിനക്ക് എന്താണ് വേണ്ടത്? അവൻ കരഞ്ഞുകൊണ്ട് വീണ്ടും പറഞ്ഞു. വിവേക് എത്ര തവണ അത് പറയുന്നോ അത്രയും തവണ ഡെറിക് അവനെ അടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അവൻ മിണ്ടാതെയായി. ആ മിടുക്കൻ, നിനക്ക് അപ്പൊ കാര്യം മനസ്സിലായല്ലേ? ഡെറിക് കൈകുടഞ്ഞു. നീ ആരാ? എവിടെ നിന്നാ? അവൻ അവശ്യതയോടെ ചോദിച്ചു. നീ ഡെറിക് ആൻഡ് ബ്രദേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ആ കൂട്ടത്തിലെ മുതിർന്നവനായ ഡെറിക് ആണ് ഞാൻ, അവൻ അഭിമാനത്തോടെ പറഞ്ഞതും വിവേക് ആ പേര് മനസ്സിലോർത്തു. ഡെറിക് ആൻഡ് ബ്രദേഴ്സ്, വളരെ ഫേമസ് ആണ് ഇവന്മാർ. മാർഷ്യൽ ആർട്സിൽ പ്രാവീണ്യം നേടിയവന്മാരാണ്. അവന്മാർ കൊല്ലുന്നത് പോലും ആരും അറിയില്ല. വിവേകിന്റെ കണ്ണുകൾ വിടർന്നു. നീ ആ ആൽബിൻ തരകന്റെ കൂടെയല്ലായിരുന്നോ? പിന്നെ എങ്ങനെ ഇവന്റെ ഒപ്പം? അവൻ ചോദിച്ചു. ആ, കൊള്ളാലോടാ, അപ്പോ നിനക്കെല്ലാം അറിയാലോ, ഡെറിക് ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു. വിവേകിന്റെ നട്ടലിലൂടെ ഒരു തരിപ്പ് കയറി. ഈ ഡെറിക്കും ആൽബിൻ തരകനുമെല്ലാം വിദേശത്ത് നിന്നും എത്തിയവരാണ്. അവരെ കണ്ടാൽ തന്നെ ഏതോ മൃഗങ്ങളെ പോലെ തോന്നിക്കും. നാട്ടിലേക്ക് വന്ന് 1 മാസത്തിനകം പ്രധാനപ്പെട്ട ആൾക്കാരെ എല്ലാം തന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരുമെന്ന് വീമ്പ് പറഞ്ഞു വന്ന അവരെ ഷൺമുഖൻ പരാജയപ്പെടുത്തിയത് എല്ലാവരും അറിഞ്ഞു. എന്തുകൊണ്ടോ ആ സംഭവത്തിന് ശേഷം തരകൻസ് കുടുംബത്തിനെ കുറിച്ച് പിന്നെ ഒരറിവുമില്ല. ഷൺമുഖൻ മാത്രമാണ് എല്ലാരെക്കാളും വലിയവനായി നിൽക്കുന്നത്. ഇപ്പോ അവന്റെ വലം കൈയാണ് ഡെറിക്. മിക്കവാറും ഇവന്റെ കൈകൊണ്ട് ഞാൻ ഇന്ന് തീരും, വിവേക് ഭയത്തോടെ ഓർത്തു. ആഹാ, നിനക്ക് പേടിക്കാനൊക്കെ അറിയാമോ? ഡെറിക് പരിഹാസത്തോടെ ചിരിച്ചു. നിനക്ക് ഞാനൊരു ചാൻസ് തരാം. വൃന്ദാവൻ കോളനിയുടെ എൻട്രൻസിൽ 1 മണിക്കൂർ മുട്ടുകുത്തി കൈ പൊക്കിയിരിക്കണം. അങ്ങനെ ചെയ്താൽ തൽക്കാലം നിന്നെ ഞാൻ കൊല്ലാതെ വിടാം. ഷൺമുഖൻ സാർ ഉടനെ വരും. അതിനു മുൻപ് നിന്റെ അച്ഛൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് നിന്നെ രക്ഷിക്കാൻ പറയും, ഡെറിക് പരിഹാസത്തോടെ പറഞ്ഞു. ഷൺമുഖനെ കുറിച്ച് ഓർത്തപ്പോൾ വിവേകിന്റെ പാന്റ് വീണ്ടും നനയാൻ തുടങ്ങി. ഇപ്പോ തൽക്കാലം അവന്മാർ പറയുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവൻ വൃന്ദാവൻ കോളനിയുടെ എൻട്രൻസിൽ പോയി മുട്ടുകുത്തി നിന്നു. അവന്റെ മുഖം ദേഷ്യവും നാണക്കേടും കൊണ്ട് ചുവന്നു. അതുവഴി പോകുന്നവരെല്ലാം അവനെ നോക്കി കളിയാക്കി ചിരിച്ചു. വിവേക് ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചു. ശരിക്കും അവൻ ഇന്ന് വന്നത് തന്നെ പ്രയാഗിയോട് സംസാരിക്കാനും അവളോടൊത്ത് സമയം ചിലവഴിക്കാനുമാണ്. പക്ഷെ നിമിഷങ്ങൾ കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് അവന് മനസ്സിലായില്ല. ഭീരു എന്ന് കരുതിയ അർജുൻ എങ്ങനെയാ ഇത്രയും ധൈര്യശാലിയായത്? നാട് വിറപ്പിക്കുന്ന ഷൺമുഖൻ എന്തിന് അർജുനെ സഹായിക്കണം? എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അതൊക്കെ ആലോചിച്ചപ്പോൾ തന്നെ വിവേകിന്റെ ഹൃദയം ക്രമാതീതമായി ഇടിച്ചു. ആ ഗായത്രി ആയിരിക്കും അവനെ സഹായിക്കുന്നത്. എന്തായാലും എല്ലാ കാര്യങ്ങളും മുത്തശ്ശനെ അറിയിക്കണം. അങ്ങേരെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് എന്റെ പക്കൽ കൊണ്ടുവരണം. പിന്നെ മുത്തശ്ശൻ അവളെ ഒതുക്കിക്കോളും. മുത്തശ്ശൻ ഒരു വാക്ക് പറഞ്ഞാൽ അവൾ അതിനെതിരെ പോവില്ല. അവൾ ഇവനെ വിട്ടുപോയാൽ എന്നോട് ഈ ചെയ്തതിനെല്ലാം ഞാൻ അവനോട് പകരം ചോദിക്കും, വിവേക് മനസ്സിൽ ഉറപ്പിച്ചു.
അതേസമയം അർജുൻ അവന്റെ വില്ലയിലേക്ക് കാറിൽ പോവുകയായിരുന്നു. അവിടെ അവന് കുറച്ച് ജോലിയുണ്ട്. മാസ്റ്റർ ബെഡ്റൂം ശരിയാക്കി മോടി പിടിപ്പിക്കണം. എന്നിട്ട് ഉടനെ തന്നെ പ്രയാഗയെ വില്ലയിലേക്ക് കൊണ്ടുവരണം. അവിടെ അവൾക്കുള്ള സെക്യൂരിറ്റി സ്ട്രോങ് ആക്കുകയും വേണം. അറിയാത്ത ആരെയും അങ്ങോട്ടേക്ക് കടത്തിവിടാൻ പാടില്ല. എന്നാലേ പ്രയാഗ സേഫ് ആകൂ. അർജുൻ മനസ്സിൽ അങ്ങനെ പലതും കണക്കുകൂട്ടി. അതിനു മുൻപേ പ്രയാഗയുടെ മനസ്സിൽ ഇപ്പോഴുള്ള തെറ്റിദ്ധാരണ ഉടനെ മാറ്റണം എന്ന് അവൻ ഉറപ്പിച്ചു. അതിനിടയിൽ അവന്റെ ഫോൺ റിംഗ് ചെയ്തു. മറുവശത്ത് ആനന്ദാണ്. സാർ, ഞാൻ ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. എന്റെ സഹായം എന്തെങ്കിലും വേണോ? ആനന്ദ് ചോദിച്ചു. നോ ആനന്ദ്, ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഒരുപാട് ദൂരമെത്തി, അവൻ പറഞ്ഞു. അർജുൻ വേറെ കുറച്ച് കാര്യങ്ങൾ അവനെ ചുമതലപ്പെടുത്തി. പ്രയാഗയ്ക്ക് കമ്പനിയിൽ ആവശ്യമായ സപ്പോർട്ട് നൽകുക എന്നതായിരുന്നു ഒരു നിർദ്ദേശം. കാരണം അവന്റെ ആഗ്രഹം തന്നെ അവൾ ഏറ്റവും നല്ല ഡിസൈനർ ആവുക എന്നതാണ്. ശരി സാർ, സാർ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. മിസ്സിസ് പ്രയാഗ പുതുതായി കുറച്ച് ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നന്നായി തന്നെ വിറ്റും പോകുന്നുണ്ട്. മാഡം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇതിൽ എക്സ്പേർട്ടായി, ആനന്ദ് പറഞ്ഞു. ശരി, അപ്പോൾ നാളെ തന്നെ ഒരു ബോർഡ് മീറ്റിംഗ് വെക്കണം. അതിൽ പ്രയാഗയെ വൈസ് ചെയർപേഴ്സണായി അനൗൺസ് ചെയ്യണം. അർജുൻ അവന് ഓർഡർ കൊടുത്തു. അർജുൻ അവന്റെ ഭാര്യയ്ക്കുള്ള സമ്മാനമായിട്ടാണ് ശ്രാവണ ജ്വല്ലറി ഗ്രൂപ്പ് വാങ്ങിയത്. അവൾ സമ്മതിച്ചാൽ ഉടൻ തന്നെ ചെയർമാന്റെ സീറ്റ് കൊടുക്കണം. പ്രയാഗയുടെ സ്വഭാവം അവന് നന്നായി അറിയാം. അവൾ തന്റെ കഠിനാധ്വാനം കൊണ്ട് അവൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുന്നവളാണ്. അതുകൊണ്ടാണ് ധൃതി വെക്കാതെ സാവധാനത്തിൽ അവൾക്ക് സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ടിരിക്കുന്നത്. ശരി സാർ, സാർ പറഞ്ഞതുപോലെ തന്നെ നാളെ മുതൽ പ്രയാഗ മാഡം വൈസ് ചെയർപേഴ്സൺ ആയിരിക്കും, ആനന്ദ് ഉറപ്പു പറഞ്ഞു. അവനുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ അർജുന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അവൻ നോക്കിയപ്പോൾ അത് പ്രയാഗയുടെ കോളായിരുന്നു. ആനന്ദ്, ഞാൻ തന്നെ പിന്നെ വിളിക്കാം. അവൻ വേഗം പ്രയാഗയുടെ കോൾ അറ്റൻഡ് ചെയ്തു. പ്രയാഗ, നീ ഓക്കെ അല്ലേ? അവൻ ചോദിച്ചു. ഞാൻ ഓക്കെയാണ്, അവൾ പറഞ്ഞു. അവൻ പതിയെ ചിരിച്ചു. അത് കേട്ടതും അവൾ വേഗം ഫോൺ കട്ട് ചെയ്തു. അവൾ ഫോൺ കട്ടാക്കി എന്ന് മനസ്സിലാക്കിയതും അർജുൻ പൊട്ടിച്ചിരിച്ചു. ഞാൻ വിവേകിനെ തല്ലിയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയോന്നറിയണം. പക്ഷേ എന്നോട് അഭിമാനം വിട്ട് സംസാരിക്കാനും വയ്യ. അതാ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ വെച്ചത്. അവൻ അങ്ങനെ ഓരോന്നോർത്ത് ചിരിച്ചു. പ്രയാഗ ഫോൺ കട്ട് ചെയ്തിട്ട് അതുമായി ബെഡിലേക്ക് കിടന്നു. ഫോണിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പല്ല് കടിച്ചു. എന്തൊരു മനുഷ്യനാണ് ഈ അർജുൻ! ഞാൻ ഫോൺ കട്ട് ചെയ്താൽ ഒന്ന് തിരിച്ചു വിളിച്ചൂടെ? ഇനി എടുത്തില്ലെങ്കിൽ പിന്നെയും വിളിക്കണം. അപ്പോ ചിലപ്പോ പാവം തോന്നി ഞാൻ കോൾ എടുക്കും. അങ്ങനെയൊക്കെയല്ലേ വേണ്ടത്. എന്നാൽ ഈ അർജുനോ ഒന്ന് തിരിച്ചു വിളിക്കുന്നത് കൂടിയില്ല. ഇവന് ഞാൻ ഒത്തുപോകില്ല. അവനോടത് എത്രയും പെട്ടെന്ന് പറയണം. അവൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ബ്ലാങ്കറ്റ് കൊണ്ട് മൂടി പുതച്ചു കിടന്നു.